المدرسة الربانية. كونوا ربانيين. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങളോരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാത്തിലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ അൽ ഖവാഇദുൽ അർബഅ എന്ന ഗ്രന്ഥത്തിൽ നിന്നും രണ്ട് അടിസ്ഥാന തത്വങ്ങളാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ വായിച്ചത്. തൗഹീദ് ശിർക്കിൽ നിന്ന് വേർപെട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തൗഹീദും ശിർക്കുമായി ബന്ധപ്പെട്ട ആളുകൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ചിരിക്കുന്ന ശുബഹാത്തുകൾ, ആശയക്കുഴപ്പങ്ങൾ, അതിനെ വളരെ ലളിതമായി വളരെ ഹ്രസ്വമായി വിശദീകരിക്കുന്ന പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള 4 തത്വങ്ങളാണ് ഇതിൽ വിവരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ തത്വമായി പറഞ്ഞത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരു സമൂഹവുമായാണോ തൗഹീദിൻ്റെ കാര്യത്തിൽ ഏറ്റുമുട്ടലുകൾ നടത്തിയത്, യുദ്ധങ്ങളിൽ ഏർപ്പെട്ടത്, ആ സമൂഹം അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് സൃഷ്ടാവും ഉടമസ്ഥനും പരിപാലകനുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അങ്ങനെ വിശ്വസിച്ചു എന്നുള്ളത് കൊണ്ട് അവർ മുസ്ലിമീങ്ങളായി മാറിയില്ല. ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ് എന്ന വിശ്വാസം മക്കാ മുശ്രിക്കുകൾക്കുണ്ടായിരുന്നു. പരിശുദ്ധ ഖുർആനിൽ അതിന് ധാരാളം തെളിവുകളുണ്ട്. ചില തെളിവുകൾ ഉദ്ധരിച്ചു. രണ്ടാമത്തെ തത്വം പറഞ്ഞത്, നിങ്ങൾ അള്ളാഹുവാണ് സൃഷ്ടാവെന്നും ഉടമസ്ഥനെന്നും പരിപാലകനെന്നും ജീവിപ്പിച്ചവനും മരിപ്പിക്കുന്നവനുമെന്നുമെല്ലാം വിശ്വസിക്കുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ അള്ളാഹുവിന് പുറമെ മലായിക്കത്തുകൾ, മറ്റുള്ള അമ്പിയാക്കൾ, സ്വാലിഹകൾ, ഇവർക്കെല്ലാം ഇബാദത്തുകൾ അർപ്പിക്കുന്നത് എന്തിനാണ് എന്നവരോട് ചോദിച്ചാൽ അവർ പറയുന്നത് 2 ഉത്തരമാണ്. ഒന്ന്, ഈ അവരുടെ ആരാധ്യ അള്ളാഹുവിലേക്ക് ഇവരടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് അവരുടെ ഒരു മറുപടി. മറ്റൊന്ന്, അള്ളാഹുവിങ്കൽ ഇവർ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയും എന്നുള്ളതായിരുന്നു മക്കാ മുശ്രിക്കുകൾ പറഞ്ഞ 2 മറുപടികൾ. ഇത് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കെട്ടിക്കുടുക്കുകളില്ലാതെ വിവരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഈ 2 ഖായിദകൾക്ക് ശേഷം മുസന്നിഫ് റഹിമഹുള്ള 3ാമത്തെ ഖായിദയാണ് പറയുന്നത്. അൽ ഖായിദത്തു സാലിസ, 3ാമത്തെ ഖായിദ. 3ാമത്തെ ഖായിദ, ഇതിൽ പേജ് നമ്പർ 28 ആണോ? അല്ലല്ലോ, 28 പേജ് നമ്പർ 28. അൽ ഖായിദത്തു സാലിസ, 3ാമത്തെ ഖായിദ, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉബഹറ അലാ ഉനാസിൻ മുതഫരിഖീന ഫി ഇബാദത്തിഹിം. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉബഹറ അലാ ഉനാസിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
പ്രബോധനം ആരംഭിച്ചത് അല ഉനാസിൻ, ഒരു ജനവിഭാഗത്തിൻ്റെ അടുക്കലാണ്. അവരുടെ പ്രത്യേകത എന്താണ്? മുതഫരിഖീന ഫി ഇബാദാതിഹിം. മുതഫരിഖീന ഫി ഇബാദാതിഹിം എന്ന് പറഞ്ഞാൽ ഈ മുതഫരിഖീന ഫി മഅബൂദാതിഹിം, അവരുടെ മഅബൂദുകൾ, അവർ ആരാധന അർപ്പിച്ചിരുന്ന അവരുടെ ആരാധ്യർ മുതഫരിഖീങ്ങളാണ്, വ്യത്യസ്തങ്ങളായ ആരാധ്യരുണ്ടായിരുന്നു. മക്ക മുശ്രിക്കീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുവിന് പുറമെ വ്യത്യസ്തങ്ങളായ ആരാധ്യർക്ക് ഇബാദാത്തുകൾ അർപ്പിച്ചു ഇരുന്ന ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങനെ ഒരു സമൂഹത്തിലേക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കുന്നത്. അള്ളാഹുവിന് പുറമെ അവരും ചെയ്തിട്ടുണ്ട് വ്യത്യസ്തങ്ങളായ ആരാധ്യർക്ക് ഇബാദാത്തുകൾ അർപ്പിക്കുന്നവരായിരുന്നു. മിൻഹും മൻ യഅബുദുൽ മലായിക, അവരിൽ പെട്ടവരാണ് മലായിക്കത്തിന് ഇബാദത്ത് ചെയ്യുന്നവർ. വമിൻഹും, വീണ്ടും അവരിൽപ്പെട്ടവരാണ് മൻ യഅബുദുൽ അംബിയാ വസ്സാലിഹീൻ, അംബിയാക്കൾക്കും സ്വാലിഹുകൾക്കും ഇബാദത്തുകൾ ചെയ്തവർ മക്കയിലെ മുശ്രിക്കീങ്ങളിൽ ഉണ്ടായിരുന്നു. വമിൻഹും മൻ യഅബുദുൽ അഷ്ജാറ വൽ അഹ്ജാർ, വമിൻഹും അവരിൽപ്പെട്ടവരാണ് മൻ യഅബുദുൽ അഷ്ജാർ, വൃക്ഷങ്ങൾക്ക് ഇബാദത്തുകൾ ചെയ്യുന്നവരുണ്ടായി. വൽ അഹ്ജാർ, കല്ലുകളെ ആരാധിക്കുന്നവരുണ്ടായി. വമിൻഹും മൻ യഅബുദു ശംസ വൽ ഖമർ, അതേപോലെ അവരിൽ സൂര്യനും ചന്ദ്രനും ഇബാദത്ത് ചെയ്യുന്നവരുണ്ടായി. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഇബാദത്തുകൾ, വ്യത്യസ്തങ്ങളായ മഅബൂദുകൾ, ആരാധ്യർ ഉള്ള ഒരു സമൂഹത്തിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. വഖാതലഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലം യുഫരിഖ് ബൈനഹും. ഖായിദ ഇതാണ്, ഇവരിൽ എല്ലാ വിഭാഗവുമായും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിൽ ഏർപ്പെട്ടു. അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഏറ്റുമുട്ടലുകൾ നടത്തി. വലം യുഫരിഖ് ബൈനഹും, അവരുടെ ഇടയിൽ യാതൊരു വേർതിരിവും കാണിച്ചില്ല. കല്ലുകൾക്ക് ഇബാദത്ത് ചെയ്യുന്നവർ മാത്രം മുശ്രിക്കുകൾ, അല്ലെങ്കിൽ വൃക്ഷങ്ങളെ ആരാധിക്കുന്നവർ മാത്രം മുശ്രിക്കുകൾ, ശൈത്വാന്മാരെ ആരാധിക്കുന്നവർ മാത്രം മുശ്രിക്കുകൾ, നബിയെ ഇബാദത്ത് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സ്വാലിഹനെ ഇബാദത്ത് ചെയ്യുന്നവർ അവർ മുസ്ലിം, അങ്ങനെ കണ്ടില്ല. അവരുടെ ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാതൊരു വേർതിരിവും കാണിച്ചില്ല. കല്ലുകൾക്ക് ഇബാദത്ത് ചെയ്യുന്നവരും മുശ്രിക്കുകളാണ്, അതേപോലെ നബിമാർക്കോ സ്വാലിഹങ്ങൾക്കോ അല്ലെങ്കിൽ ജിന്നുകൾക്കോ മലായിക്കത്തിനോ ആർക്ക് ഇബാദത്ത് ചെയ്യുന്നവരും അവർ മുശ്രിക്കീങ്ങളായിട്ടാണ് എന്ത് ചെയ്തിരുന്നത്? പരിഗണിച്ചിരുന്നത്. അവരുടെ ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഫർക്ക് കാണിച്ചില്ല. വദ്ദലീലു ഖൗലുഹു തആല, എന്താണ് ഇവരോട് എല്ലാവരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റുമുട്ടി എന്നുള്ളതിനുള്ള തെളിവ് എന്താണ്? പരിശുദ്ധ ഖുർആൻ പറയുന്നു, വഖാതിലൂഹും ഹത്താ ലാ തകൂന ഫിത്ന വയകൂന അദ്ദീനു കുല്ലുഹു ലില്ലാഹ്. നബി, താങ്കൾ അവരുമായി ജിഹാദിൽ ഏർപ്പെട്ടുകൊള്ളുക. ഹത്താ ലാ തകൂന ഫിത്ന, ഫിത്ന ഉണ്ടാകാതിരിക്കുന്നത് വരെയും. ഫിത്ന എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഫിത്ന ശിർക്കാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകൾ അഖിലവും പറഞ്ഞത് അവിടെ ഉദ്ദേശിക്കുന്ന ഫിത്ന എന്ന് പറഞ്ഞ ശിർക്കാണ്. ശിർക്കില്ലാതെ ആയിത്തീരുന്നത് വരെയും. വയകൂന അദ്ദീനു കുല്ലുഹു ലില്ലാഹ്, ദീൻ പൂർണ്ണമായി അള്ളാഹുവിന് മാത്രമാകുന്നത് വരെയും. അവിടെ ദീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇബാദത്തുകളാണ്. മനുഷ്യർ ചെയ്യുന്ന ഇബാദത്തുകൾ അള്ളാഹുവിന് മാത്രം അർപ്പിക്കുന്നത് വരെയും അവരുമായി നബിയെ താങ്കൾ ഏറ്റുമുട്ടിക്കൊള്ളുക. അപ്പോൾ ഈ പറയുന്ന എല്ലാ വിഭാഗവുമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ പ്രശ്നം ഉണ്ടായി. ഇവരിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ എന്തില്ല, ഇബ്രാഹിം നബി ഇബാദത്ത് ചെയ്യുന്നവരാണല്ലോ, അല്ലെങ്കിൽ വദ് എന്ന് പറയുന്നത് നൂഹ് അലൈഹി വസ്സലാമിൻ്റെ കാലത്തുണ്ടായിരുന്ന ഒരു സാലിഹായ വ്യക്തിയായിരുന്നു, ആദം നബി അലൈഹി വസ്സലാമിൻ്റെ പിൻതലമുറയിൽപ്പെട്ടതായ, അല്ലെങ്കിൽ ലാത്തയെ, ഇങ്ങനെ വേറെ ആളുകൾ എന്ത് ചെയ്തില്ല, വേർതിരിച്ചു കണ്ടില്ല. അള്ളാഹുവിന് പുറമെ ആരെല്ലാം ഇബാദത്ത് ചെയ്യുന്നുവോ അവർ എന്താണ്? അവർ ഇസ്ലാമിന് പുറത്താണ് എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടിരുന്നത്. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ തത്വം. ഈ മൂന്നാമത്തെ തത്വം പറഞ്ഞതിന് ശേഷം മുസന്നിഫ് റഹിമഹുല്ലാഹ് ഇതിന് തെളിവുകൾ പറയുകയാണ്. എന്താണ് ഇതിനുള്ള തെളിവ്? ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ അള്ളാഹുവിന് പുറമെ വ്യത്യസ്തങ്ങളായ ആരാധ്യർക്ക് ഇബാദത്തുകൾ അർപ്പിച്ചിരുന്നു എന്നുള്ളതിന് എന്താണ് തെളിവ്? അതിനുള്ള തെളിവാണ് ഓരോന്നായി പറയുന്നത്. വദലീലു ശംസി വൽ ഖമർ, സൂര്യനെയും ചന്ദ്രനെയും അവർ ഇബാദത്ത് ചെയ്തിരുന്നു എന്നുള്ളതിനുള്ള തെളിവ് ഖൗലുഹു തആല, അള്ളാഹുവിൻ്റെ വാക്യമാണ്. വമിൻ ആയാതിഹിൽ ലൈലു വന്നഹാർ, വമിൻ ആയാതിഹി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് അല്ലൈലു വന്നഹാർ, രാവും പകലും, വശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനും,
അതുകൊണ്ട് ലാ തസ്ജുദൂ ലിശംസി വലാ ലിൽഖമർ, നിങ്ങൾ സൂര്യന് സുജൂദ് ചെയ്യരുത്, ചന്ദ്രനും നിങ്ങൾ സുജൂദുകൾ അർപ്പിക്കരുത്. വസ്ജുദൂ ലില്ലാഹില്ലദീ ഖലഖഹുൻ, അവകളെ സൃഷ്ടിച്ചതായ അള്ളാഹുവിന് മാത്രമേ നിങ്ങൾ സുജൂദുകൾ അർപ്പിക്കാവൂ. നിങ്ങളുടെ ഇബാദത്തുകൾ ആരാണോ സൃഷ്ടാവിനായിരിക്കണം. അള്ളാഹു മാത്രമേ സൃഷ്ടാവുള്ളൂ, സൂര്യനും ചന്ദ്രനും സൃഷ്ടാവല്ല. അപ്പോൾ സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചവൻ ആരാണോ അവന് മാത്രമേ ഇരിക്കണം നിങ്ങളുടെ സുജൂദുകൾ. ഇൻ കുന്തും ഇയ്യാഹു തഅബുദൂൻ, അവനെ മാത്രമാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ അതാണ് ചെയ്യേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യാണ്, ഇബാദത്തുകൾ സൂര്യനും ചന്ദ്രനും പാടില്ല. അവരുണ്ടായിരുന്ന ആളുകൾ സൂര്യനും ചന്ദ്രനും ഇബാദത്ത് ചെയ്തിരുന്നു. പ്രഭാതത്തിലും പ്രദോഷത്തിലും അവർ സൂര്യനും ചന്ദ്രനുമെല്ലാം ആരാധനകൾ അർപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി വിലക്കി സുബ്ഹ് നമസ്കാരത്തിന് ശേഷം എന്ത് ചെയ്യാൻ പാടില്ല, നമസ്കാരങ്ങൾ പാടില്ല, നിഷിദ്ധമാണ് ആ സമയത്തുള്ള നമസ്കാരം. ഏതുവരെയും സൂര്യൻ ഉദിച്ച് ഉയർന്ന് ഒരു കുന്തത്തിന്റെ കതിർ ഉയരുന്നതുവരെയും നമസ്കാരം നിഷിദ്ധമാണ്. അതേപോലെ തന്നെ വൈകിട്ടും അങ്ങനെ തന്നെ. അസ്ർ നമസ്കാരത്തിന് ശേഷം പിന്നീട് നമസ്കാരങ്ങൾ പാടില്ല സൂര്യൻ അസ്തമിക്കുന്നത് വരെയും. കാരണം ഈ രണ്ട് സമയങ്ങളിലും, അതേപോലെ ഉച്ചക്ക് സൂര്യൻ മധ്യാഹ്നത്തിൽ വരുമ്പോഴും ഈ സമയത്ത് അവർ സൂര്യനും ചന്ദ്രനും എല്ലാം ഇബാദത്തുകൾ ചെയ്യുന്ന സമയമാണ്. ഒരു വിശ്വാസി ആ സമയത്ത് നമസ്കരിക്കുന്നത് കണ്ടാൽ ചിലപ്പോൾ മറ്റുള്ളവർ തോന്നുന്നില്ല ഇവർ സൂര്യനെ ഇബാദത്ത് ചെയ്യുന്നവരാണ് എന്ന് തോന്നിപ്പോകും. അതുകൊണ്ട് അതുവരെയും എന്ത് ചെയ്തു, ഇസ്ലാം നിഷിദ്ധമാക്കി. ശിർക്കിലേക്കുള്ള സകല വഴികളും അടക്കുകയാണ്. ഇവൻ നമസ്കരിക്കുന്ന അള്ളാഹുവിനാണ്, ഇവന്റെ മനസ്സിലുള്ളതും അള്ളാഹു മാത്രമാണ്. പക്ഷെ നോക്കുന്ന ഒരാൾ നോക്കുമ്പോൾ ചിലപ്പോൾ ഇവൻ സൂര്യൻ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ നമസ്കരിക്കുന്ന സമയത്ത് നമസ്കരിക്കുന്നു എന്ന് തോന്നിയിരുന്നു. അതുകൊണ്ട് ആ സമയത്തുള്ള നമസ്കാരം വരെ ചെയ്തു അള്ളാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കി. ആ സമയങ്ങളിൽ നമസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അത്രത്തോളം സൂക്ഷ്മമായി വളരെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശിർക്കിലേക്കുള്ള വാതിലുകൾ അടച്ചിരിക്കുകയാണ്. അപ്പോൾ സൂര്യനും ചന്ദ്രനും സുജൂദ് ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, സൃഷ്ടികളിൽ ആർക്കെങ്കിലും സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ ഭാര്യ ഭർത്താവിന് സുജൂദ് ചെയ്യട്ടെ എന്ന് കൽപ്പിക്കുമായിരുന്നു. കാരണം അത്രത്തോളം കടപ്പാട് ഭാര്യയ്ക്ക് ഭർത്താവിനോടുണ്ട് എന്നുള്ള കാരണത്താലാണ്. പക്ഷെ അതുവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തില്ല. അപ്പോൾ എങ്ങനെയാണ് മനുഷ്യർ അന്ന് സൂര്യനും ചന്ദ്രനും ഇബാദത്തുകൾ ചെയ്യുന്നത് പോലെ ഇന്ന് കബറുകൾക്ക് മുന്നിൽ സുജൂദ് ചെയ്യുന്നവരുണ്ട്. അത് അവരോടുള്ള സ്നേഹപ്രകടനമാണെന്നാണ് ഇവർ പറയുക. അതേപോലെ തന്നെ ശേഖന്മാരുടെ മുട്ടിൽ വന്നിട്ട് കാൽ ചുവട്ടിൽ വന്ന് സുജൂദ് ചെയ്യുന്ന ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ പാടില്ല. സൃഷ്ടാവാരാണോ അവന് മാത്രമേ സുജൂദുകൾ അർപ്പിക്കാവൂ എന്ന് ഇതിലൂടെ പഠിപ്പിക്കുകയാണ്. വീണ്ടും മുസന്നിഫ് റഹിമഹുല്ലാഹ് പറയുന്നു, മലായിക്കത്തിന് അവർ ഇബാദത്തുകൾ ചെയ്തിരുന്നു എന്നുള്ളതിനുള്ള തെളിവ്. മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ മലായിക്കത്തിന് ഇബാദത്ത് ചെയ്യുമായിരുന്നു. എന്താണ് അതിനുള്ള തെളിവ്? ഖൗലുഹു തആല, അല്ലാഹുവിന്റെ വാക്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ യഅ്മുറകും അൻ തത്തഖിദുൽ മലായികത വന്നബിയ്യീന അർബാബാ. വലാ യഅ്മുറകും, ആ നബി നിങ്ങളോട് കൽപ്പിക്കുന്നില്ല, അൻ തത്തഖിദുൽ മലായികത, മലായികത്തുകളെ നിങ്ങൾ സ്വീകരിക്കാൻ, വന്നബിയ്യീന, നബിമാരെയും അർബാബൻ, റബ്ബുകളായി. മലായികത്തിനും അതേപോലെ നബിമാർക്കും ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നില്ല, ഈ നബി നിങ്ങളോട് കൽപ്പിക്കുന്നില്ല, അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നില്ല. നിങ്ങളോട് കൽപ്പിക്കുന്നത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ മലായികത്തിനെ അള്ളാഹുവിന്റെ പെൺമക്കളായി കാണുമായിരുന്നു. മലായികത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പെൺമക്കളാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇബാദത്തുകൾ അർപ്പിക്കുമായിരുന്നു. വേറെയും ആയാത്തുകൾ പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. നാളെ ആഖിറത്തിൽ മലായികത്തിനോട് അള്ളാഹു ചോദിക്കും, നിങ്ങളെ ഇവർ ആരാധിച്ചിരുന്നു? അവർ പറയുമല്ല, ഞങ്ങളെയല്ല, ശൈത്വാന്മാരെയാണ് അവർ ആരാധിച്ചിരുന്നത്, ഞങ്ങൾക്ക് തൃപ്തി ഉണ്ടായില്ല. ശൈത്വാനിന്റെ പ്രേരണ മുഖേന ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്? മലായികത്തിന് ഇബാദത്തുകൾ ചെയ്തിട്ടുണ്ട്. അവർ യഥാർത്ഥത്തിൽ ഞങ്ങളെയല്ല ഇബാദത്തുകൾ ചെയ്തിരുന്നത് ആർക്കാണ്? ശൈത്വാന്മാർക്കാണ്, ജിന്നുകൾക്കാണ് എന്ന് മലായികത്ത് അല്ലാഹുവിന്റെ മുന്നിൽ പറയും. അപ്പോ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ മലായികത്തുകളെയും ആരാധ്യരായി കണ്ടിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ എന്ത് ചെയ്യുന്നുണ്ട്? പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ വദലീലുൽ അംബിയ, അംബിയാക്കൾക്ക് ഇബാദത്തുകൾ അർപ്പിച്ചിരുന്നു. എന്താണ് ഇതിന് തെളിവ്? ഖൗലുഹു തആല, അല്ലാഹുവിന്റെ വാക്യമാണ്. വഇദ് ഖാല അല്ലാഹു യാ ഈസ ഇബ്ന മറിയം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ സന്ദർഭം, അല്ലയോ മറിയമിന്റെ മകൻ ഈസ,
അഅൻത ഖുൽത ലിന്നാസ്, താങ്കളാണോ ജനങ്ങളോട് പറഞ്ഞത്? എന്തെന്ന് പറഞ്ഞത്? ഇത്തഖിദൂനി വ ഉമ്മിയ ഇലാഹൈൻ, എന്നെയും എൻ്റെ ഉമ്മയെയും നിങ്ങൾ ഇലാഹുകളാക്കണം, ഞങ്ങൾക്ക് നിങ്ങൾ ഇബാദത്തുകൾ അർപ്പിക്കണം എന്ന് നീ നിന്റെ ജനതയോട് പറഞ്ഞു പോ. മിൻ ദൂനില്ല, അള്ളാഹുവിന് പറഞ്ഞു. അള്ളാഹുവിനെ ഇബാദത്തുകൾ അർപ്പിക്കുന്നതിന് പകരം എനിക്കും എൻ്റെ മാതാവ് മറിയമിനും അവരെ ഇലാഹുകളാക്കുക. ഇലാഹുകളാക്കുക എന്ന് പറഞ്ഞാൽ ഇബാദത്തുകൾ അവർക്ക് കൊടുക്കുക. അതാണ്. ആരെയാണോ ഇബാദത്ത് ചെയ്യപ്പെടുന്നത് അവർക്കാണ് എന്ന് പറയുക, ഇലാഹ് എന്ന് പറയുക. അപ്പോൾ എന്നെയും എൻ്റെ മാതാവിനെയും ആരാധ്യരാക്കണം, അവർക്ക് ഇബാദത്തുകൾ അർപ്പിക്കണം എന്ന് നീ ജനങ്ങളോട് പറഞ്ഞു. ഖാൽ, ഈസാ അലൈഹിസ്സലാം പറയും, സുബ്ഹാനക ഇല്ല ഉസബ്ബിഹുക അല്ലാഹ്, അല്ലാഹുവേ നിന്റെ പരിശുദ്ധി ഞങ്ങൾ വാഴ്ത്തുകയാണ്, നീ പരിശുദ്ധനാണ്, നിനക്ക് പങ്കാളികൾ ഉണ്ടാകുന്നതിനെ തൊട്ട് നീ പരിശുദ്ധനാണ്, നിനക്ക് ആ വിധം ന്യൂനതകളൊന്നും ഇല്ലാത്തവനാണ്. മാ യകൂനു ലി അൻ അഖൂല മാ ലൈസ ലി ബിഹഖ്, എനിക്ക് ഹഖില്ലാത്ത, എനിക്ക് അർഹതയില്ലാത്ത ഒരു കാര്യം പറയുക എന്നുള്ളത് എനിക്ക് പാടില്ലാത്തതാണ്, ഒരിക്കലും ഞാൻ അങ്ങനെ പറയുകയില്ല. ഇൻ കുന്തു ഖുൽതുഹു ഫഖദ് അലിംത, ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ ഫഖദ് അലിംത, അല്ലാഹു നീ അറിയുമായിരുന്നു. തഅലമു മാ ഫീ നഫ്സി വലാ അഅലമു മാ ഫീ നഫ്സിക്, എന്റെ നഫ്സിലുള്ളത് നീ അറിയുന്നവനാണ്, എന്നാൽ വലാ അഅലമു മാ ഫീ നഫ്സിക്, നിന്റെ നഫ്സിലുള്ളത്, നിന്റെ മനസ്സിലുള്ളത് ഞാൻ അറിയുന്നവനല്ല. ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്, എല്ലാ അദൃശ്യങ്ങളെയും അറിയുന്നവനാണല്ലോ നീ എന്ന് എന്ത് ചെയ്യും? ഈസാ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ മുന്നിൽ മറുപടി പറയും. അപ്പോൾ മക്കയിൽ ഉണ്ടായിരുന്ന ആളുകൾ ഈസാ അലൈഹിസ്സലാമിനെ ആരാധിച്ചവരുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബുവത്തിന് തൊട്ടുടനെ ഖദീജ റളിയല്ലാഹു അൻഹ അവിടെ നസ്വാറാക്കൾ ഉണ്ടായിരുന്നു. വറഖത്ത് ബിൻ നൗഫൽ നസ്വാറാക്കളിൽപ്പെട്ട ആളായിരുന്നു. അദ്ദേഹത്തിന്റെ ഇടയിൽ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഒറ്റപ്പെട്ട രീതിയിൽ നസ്വാറാക്കൾ അവിടെ ഉണ്ടായി. അവരെ സംബന്ധിച്ചിടത്തോളം ഈസാ അലൈഹിസ്സലാമിനെ അതേപോലെ തന്നെ മറിയമിനെയും എല്ലാം ഇബാദത്തുകൾ ചെയ്തവരുണ്ടായിരുന്നു. അപ്പോ അവർക്കും ഇബാദത്തുകൾ പാടില്ല, അവരെ ആരാധ്യരാക്കാൻ പാടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ എന്ത് ചെയ്യുന്നുണ്ട്? വ്യക്തമാക്കുന്നുണ്ട്. ഈ ആയത്ത് നൽകുന്ന വേറെ ചില ഫായിദകളുണ്ട്. ഇവിടെ തൗഹീദിന്റെ 3 ഇനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അസ്മാ സിഫാത്തുമായി ബന്ധപ്പെട്ട വിഷയം, അള്ളാഹുവിന്റെ നാമങ്ങൾ അവന്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം. അതിനെ യഥാവിധം പഠിച്ച് മനസ്സിലാക്കൽ അനിവാര്യമാണ്. തൗഹീദിന്റെ പ്രധാനപ്പെട്ട ഒരു ഇനമാണ് അള്ളാഹുവിന്റെ നാമഗുണ വിശേഷങ്ങളുമായി ബന്ധപ്പെട്ട. ഇവിടെ അതിൽപ്പെട്ട ഒരു വിഷയം വരുന്നുണ്ട്. വലാ അഅലമു മാ ഫീ നഫ്സിക്, അള്ളാഹുവിൽ നിന്റെ നഫ്സിലുള്ളത് എനിക്കറിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നഫ്സുണ്ട് എന്ന് നീവുണ്ട്. ഈ ആയത്ത് പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിന് എന്തെല്ലാം ഉണ്ട് എന്ന് അള്ളാഹുവോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ പറയുന്നുണ്ടോ അതെല്ലാം ഉണ്ട് എന്ന് വിശ്വസിക്കൽ എന്താണ്? നിർബന്ധമാണ്. അത് എങ്ങനെയാണോ ഉള്ളത് അതേ രീതി അള്ളാഹുവിന്റെ മഹത്വത്തിന് യോജിച്ച നിലയിൽ അതെങ്ങനെയാണെന്ന് നമുക്കറിയാൻ പാടില്ല, എങ്ങനെയാണെന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് അള്ളാഹു ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അതുണ്ടെന്ന് വിശ്വസിക്കൽ നമുക്ക് എന്താണ്? നിർബന്ധമാണ്. കാരണം അള്ളാഹുവിനെ കുറിച്ച് നമുക്കറിയാനുള്ള ഏറ്റവും നല്ല സ്രോതസ് പരിശുദ്ധ ഖുർആനാണ്. പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് അത് മുബീനാണ്, കിതാബുൻ മുബീനാണ്, വളരെ സുവ്യക്തമായതാണ്, അത് കെട്ടിക്കൊടുക്കുകയൊന്നുമില്ല, വളരെ വ്യക്തമായി പഠിപ്പിച്ചതാണ് ഖുർആൻ. ശുദ്ധമായ ഭാഷയിലാണ് അത് പഠിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല രീതിയിൽ അറബി സംസാരിക്കുന്നവരാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കുറിച്ച് കാര്യം പറയാണ്, നമ്മൾ പറയാണ് അത് ഇങ്ങനെയല്ല. ചില ആളുകൾ പറയുമ്പോൾ അള്ളാഹുവിന്റെ ധാരാളം സിഫാത്തുകളെ, ഗുണങ്ങളെ ഈ നിലയിൽ നിഷേധിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ നാടുകളിൽ അധികമുള്ളത് അശ്അരി വിശ്വാസം പേര് നടക്കുന്ന ആളുകളാണ്. അശ്അരിയാക്കൾ എന്നറിയപ്പെടുന്ന ആളുകൾ. അവര് പറയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ റഹ്മത്ത് എന്നുള്ള അള്ളാഹുവിന്റെ ഗുണമാണ്. ഖുർആൻ പഠിപ്പിക്കുന്നത് ധാരാളം സ്ഥലങ്ങളിൽ ഹദീസുകളിലുണ്ട്. പക്ഷെ അവരത് അംഗീകരിക്കുകയില്ല. അവരതിന് ന്യായം പറയും. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അത് മഹത്വമുള്ള, എന്താണ്, ആധിപത്യമുള്ള ഒരാൾക്ക് പറ്റിയ രീതിയല്ല. റഹ്മത്ത് എന്ന് പറയുന്നത് ഹൃദയം നൈർമല്യമാകുന്ന ഒരു രീതിയാണ്. അതുകൊണ്ട് അത് അള്ളാഹുവിനുണ്ട് എന്ന് പറയുക എന്നുള്ളത് ഒരിക്കലും ചേർന്നതല്ല. എന്നുകൊണ്ട് അവരെന്ത് ചെയ്യും? റഹ്മത്ത് എന്നുള്ള സിഫത്ത് അള്ളാഹില്ല. നമ്മുടെ ചെറിയ മദ്രസകളിലൊക്കെ പണ്ട് പഠിച്ചിട്ടുണ്ടാവും. അള്ളാഹുവിന്റെ സിഫാത്തുകൾ ഇങ്ങനെ എണ്ണി പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ അതില് അള്ളാഹുവിന്റെ റഹ്മത്തിനെ അവർ പറയൂല, ചില സിഫാത്തുകൾ പറയും. അവർക്ക് ബുദ്ധിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല, എന്ത് ചെയ്യും? മാറ്റിവെക്കും. അഹ്ലുസുന്ന അങ്ങനെയല്ല. എന്ത് അള്ളാഹു അവനെ കുറിച്ച് പറയുന്നുണ്ടോ അത് അള്ളാഹുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അള്ളാഹു അവന് വജ്ഹുണ്ട് എന്ന് പറയുന്നുണ്ട്, അള്ളാഹുവിന് മുഖമുണ്ട് എന്നുള്ള പറയുന്നുണ്ട്.
അള്ളാഹുവിന് യദുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും എല്ലാം പറയുന്നുണ്ട്. അതേപോലെ അള്ളാഹു നഫ്സുണ്ട് എന്ന് ഈ ആയത്തിൽ കാണാം. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ആയാത്തുകളിലും ഹദീസുകളിലും അള്ളാഹുവിന് ചില ഗുണങ്ങളുണ്ട്. അഹ്ലുസുന്നയുടെ വിശ്വാസം അള്ളാഹുവിനുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഇത് അപകടമായി മാറുന്നത് ഇത് സൃഷ്ടികളെ പോലെയുള്ള അവയവങ്ങളാണെന്നോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ മുഖം പോലുള്ളതാണെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ അപകടമാണ്. അതൊരിക്കലും അങ്ങനെയല്ല. അള്ളാഹുവിനെ പോലെ ഒന്നും തന്നെ ഇല്ല എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? അള്ളാഹു പറയുന്നുണ്ട്, അള്ളാഹുവിന് തുല്യമായി സമമായിട്ട് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് അള്ളാഹുവിന് വജ്ഹുണ്ടോ? വജ്ഹുണ്ട്. അത് ഇന്നത് പോലെയാണ് അല്ലെങ്കിൽ മനുഷ്യരുടെ മുഖം പോലെയാണ് എന്ന് പറയുക എന്നുള്ളത് പാടില്ല. അത് ഇല്ല എന്ന് പറയുക എന്നുള്ളത് പാടില്ല. ഒരു വിഭാഗം അതിനെ നിഷേധിക്കുന്നു, അത് പാടില്ല. ഒരു വിഭാഗം നിഷേധിക്കുന്നില്ല, പക്ഷേ അവരതിനെന്ത് ചെയ്യും? വ്യാഖ്യാനിക്കും. അതിനെ എന്ത് ചെയ്യും? അത് വേറെ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഗുണം ചെയ്യുമെന്നാണ് ഇതിന്റെ അർത്ഥം, പ്രതിഫലം കൊടുക്കുമെന്നാണ് ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞ് പല രീതിയിൽ വ്യാഖ്യാനിക്കും. ഇത് പാടില്ല. എങ്ങനെയാണോ അള്ളാഹുവിന്റെ മഹത്വത്തിന് യോജിച്ചത് അങ്ങനെയുണ്ട് എന്ന് വിശ്വസിക്കണം. ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൃഷ്ടികളുമായി അള്ളാഹുവിനെ താരതമ്യം ചെയ്യലാകൂല്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. ഒരിക്കലും ആവുകയില്ല. ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ പറയുകയാണ് ആനക്ക് മൂക്കുണ്ട് എന്ന് പറയാണ്. അപ്പൊ അതിന്റെ അർത്ഥം മനുഷ്യർക്ക് മൂക്കുള്ളത് പോലെ ആനക്ക് മൂക്കുണ്ടെന്നാണോ? ബുദ്ധിയുള്ള ആളുകളാണെങ്കിൽ ചിന്തിക്കൂല. ആനക്ക് അതിൻ്റെതായ മൂക്കുണ്ട്, മനുഷ്യർക്ക് അതിൻ്റെതായ രീതിയിലുണ്ട്. ഉറുമ്പിന് കാലുണ്ട്, ആനയ്ക്കും കാലുണ്ട്. ഉറുമ്പിന് കാലുണ്ട് എന്ന് പറഞ്ഞാൽ അതുപോലെ ആനയ്ക്കും കാലുള്ളതുപോലെ ഉണ്ട് എന്നാരെങ്കിലും കരുതും? ഇല്ല. അപ്പൊ സൃഷ്ടികൾക്കുള്ള വ്യത്യസ്തങ്ങളായ ഗുണങ്ങൾ, ഒരേ പേരിലുള്ള ഗുണങ്ങൾ അവരിൽ തന്നെ വ്യത്യസ്തങ്ങളാണ്. അപ്പൊ പിന്നെ എങ്ങനെയാണ് സൃഷ്ടാവിന്റെ ഗുണവും സൃഷ്ടിയുടെ ഗുണവും ഒരേപോലെ ആവുക? സൃഷ്ടിക്കും ഈ ഗുണമുണ്ട്, സൃഷ്ടാവിനും ആ ഗുണമുണ്ട്. അത് ഒരേപോലെ ആവുക എന്നുള്ളതില്ല. ഒരേപോലെ ആകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ചില ആളുകൾ അതിനെ നിഷേധിക്കുന്നത്. അത് പാടില്ല. അള്ളാഹുവിന് അവന്റെ മഹത്വത്തിൽ യോജിച്ച നിലയിൽ എന്തെല്ലാം അവനുണ്ടെന്ന് പറഞ്ഞോ അതെല്ലാം ഉണ്ട് എന്ന് വിശ്വസിക്കൽ അഹ്ലുസുന്ന അനിവാര്യമായ കാര്യമാണ്. അതാണ് അഹ്ലുസുന്നയുടെ അഖീദ. അപ്പൊ ഇവിടെ ഈ ആയത്തിൽ അള്ളാഹുവിന്റെ നഫ്സിനെ അള്ളാഹു ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. വിശ്വസിക്കുക എന്നുള്ളത് വിശ്വാസികൾക്ക് അനിവാര്യമായ കാര്യമാണ്. അപ്പൊ ഇവിടെ മുസന്നിഫ് ഇവിടെ തെളിവായി കൊണ്ടുവന്നത് അവർ എന്ത് ചെയ്തിരുന്നു? അവർ അമ്പിയാക്കൾക്ക് ഇബാദത്തുകൾ ചെയ്തിരുന്നു എന്നുള്ളതിന് ഈ ആയത്ത് തെളിവാണ്. അവർ സ്വാലിഹീങ്ങൾക്ക് ഇബാദത്തുകൾ അർപ്പിച്ചിരുന്നു. അതിനുള്ള തെളിവ് ഖൗലുഹു തആല, അല്ലാഹുവിന്റെ വാക്യമാണ്. അല്ലാഹു പറയുന്നു, ഉലൈക അല്ലദീന യദ്ഊൻ, ഉലൈക അവർ അക്കൂട്ടം ആളുകൾ, മക്കാ മുശ്രിക്കുകൾ എങ്ങനെയുള്ളവരാണ്? അല്ലദീന യദ്ഊൻ, അവർ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ ആരാധ്യർ എന്നർത്ഥം. അതായത് മക്കയിലെ മുശ്രിക്കുകൾ ദുആ ചെയ്തുകൊണ്ടിരുന്ന, അവർക്ക് മക്കളെ വേണമെങ്കിൽ അല്ലെങ്കിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, കച്ചവടത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ, ഇങ്ങനെ വ്യത്യസ്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ദുആ ചെയ്തുകൊണ്ടിരുന്ന അവരുടെ ആരാധ്യർ അവർ തേടിക്കൊണ്ടിരിക്കുന്നവരാണ്, ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഇലാ റബ്ബിഹിം, അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള അൽ വസീല, മാർഗങ്ങളെ തേടിക്കൊണ്ടിരിക്കുന്നവരാണ്. അപ്പൊ മക്ക മുശ്രിക്കുകൾ ആർക്കാണോ ഇബാദത്തുകൾ ചെയ്തിരുന്നത് അവരുടെ ആരാധ്യർ, അവരുടെ ആരാധ്യർ എന്ന് നേരത്തെ പറഞ്ഞു. ആരൊക്കെയാണ്? ചില ആളുകളാണ് പറഞ്ഞത് എന്താണ്, മലക്കുകൾ അവർ ഇബാദത്ത് ചെയ്തിട്ടുണ്ട്, അതുപോലെ അമ്പിയാക്കൾ ഇബാദത്ത് ചെയ്തിട്ടുണ്ട്, അതുപോലെ സ്വാലിഹീങ്ങൾ ഉൾപ്പെടും എന്നുള്ളത് തെളിവ് പറയാണ്. അവർ ആരാധിച്ചിരുന്ന അവരുടെ ആരാധ്യർ അവരുടെ റബ്ബിങ്കിലേക്ക് അടുക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, വസീല തേടിക്കൊണ്ടിരിക്കുകയാണ്. വസീല എന്ന് പറഞ്ഞാൽ വ്യത്യസ്തങ്ങളായ ത്വാഅത്തുകളാണ്, ആരാധനകളാണ്. എങ്ങനെയാണ് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങൾ എന്ന് തേടുന്നവരാണ് അവരുടെ ആരാധ്യർ. അയ്യുഹും അഖറബ്, അവരിൽ തന്നെ അള്ളാഹുവിനോട് ഏറ്റവും അടുത്തവർ തന്നെ വീണ്ടും വീണ്ടും അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ തേടുന്നവരാണ്. അവർ അള്ളാഹുവിന്റെ കാരുണ്യത്തെ പ്രതീക്ഷിക്കുന്നവരും അള്ളാഹുവിന്റെ ശിക്ഷയെ പേടിക്കുന്നവരുമാണ്. ആരെ കുറിച്ചാണ് പറയുന്നത്? മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ ആർക്കാണോ ഇബാദത്തുകൾ ചെയ്തവർ അവർ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കുന്ന, അള്ളാഹുവിന്റെ ശിക്ഷയെ പേടിക്കുന്ന, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങൾ തേടുന്നവരായിരുന്നു. അമ്പിയാക്കൾ അങ്ങനെയുള്ളവരാണ്, സ്വാലിഹുകൾ അങ്ങനെയുള്ളവരാണ്. ഇത് ആരെ കുറിച്ച് പറയണതല്ല, ഏതെങ്കിലും കല്ലിനെ കുറിച്ചോ മുള്ളിനെ കുറിച്ചോ പറയണതല്ല. പിന്നെയോ ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്
അമ്പിയാക്കളും സ്വാലിഹുകളും ഔലിയാക്കളുമായ ആളുകളെ കുറിച്ചാണ്. അവർ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇവർ ഇബാദത്ത് ചെയ്യുക എന്നുള്ളത് എത്ര വൈരുദ്ധ്യമായ കാര്യമാണ്. അവരാകട്ടെ ഇവരുടെ ആരാധ്യർ അള്ളാഹുവിന്റെ മുന്നിൽ പേടിച്ചുകൊണ്ട്, അവന്റെ ശിക്ഷയെ പേടിച്ചുകൊണ്ട്, അവന്റെ റഹ്മത്ത് ആഗ്രഹിച്ചുകൊണ്ട് താഴുകയാണ് വണങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് ഇവർ എന്ത് ചെയ്യുന്നു? ഇബാദത്തുകൾ അർപ്പിക്കുന്നു എന്നത് എത്ര വൈരുദ്ധ്യമായ കാര്യമാണ് എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അപ്പോ ഈ ആയത്ത് പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്. മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ എന്ത് ചെയ്തിരുന്നു? അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങളായ അടിമകൾക്ക് ഇബാദത്തുകൾ അർപ്പിച്ചിരുന്നു. ആ സ്വാലിഹുകളായ അടിമകളാകട്ടെ അവർ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. അവർ പിന്നെ എന്തിനാണ് നിങ്ങൾ അവരോട് ചോദിക്കുന്നത്? അവർക്ക് ഇബാദത്തുകൾ അർപ്പിക്കുന്നത്, നിങ്ങൾക്ക് അള്ളാഹു ഇബാദത്ത് അർപ്പിച്ച പോലെ എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. ഇനി അവർ വൃക്ഷങ്ങൾക്കും കല്ലുകൾക്കും ഇബാദത്തുകൾ ചെയ്തിരുന്നു എന്നുള്ളതിനുള്ള തെളിവ് അള്ളാഹുവിന്റെ വാക്യമാണ്. കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതേപോലെ തന്നെ മൂന്നാമതായി മറ്റൊരു മനാത്തയെ കുറിച്ച്. ഇത് മക്കയിൽ ഉണ്ടായിരുന്ന വ്യത്യസ്തങ്ങളായ ആരാധ്യരാണ്. ഇവിടെ മുസന്നിഫ് റഹിമഹുല്ലാഹ് ലാത്തയും ഉസ്സയും എല്ലാം കല്ലും വൃക്ഷവുമാണ് എന്നുള്ള നിലയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിന്റെ അടയാളങ്ങളായി ചില കല്ലുകളും ബിംബങ്ങളും എല്ലാം അവിടെ ഉണ്ടായിരുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ ലാത്ത എന്നുള്ളത് ഒരു സാലിഹായ വ്യക്തിയായിരുന്നു എന്നാണ് അത് മുഫസ്സിറുകളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഉസ്സ എന്നുള്ളത് ഒരു ശൈത്താനായിരുന്നു, ഒരു ജിന്നായിരുന്നു എന്നാണ് അതും ചെയ്തിരുന്ന ഹദീസുകളിൽ കൃത്യമായി വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്? ഇത് എന്താണ്? ലാത്തയും ഉസ്സയെയും സംബന്ധിച്ചുള്ളതായ കാര്യം. ഇവിടെ ലാത്ത എന്ന് പറഞ്ഞത് മുഫസ്സിറുകൾ പറയുന്നത് കാണാം, ത്വായിഫിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. മക്കയിൽ ആളുകൾ ഹജ്ജിന് വരുമ്പോൾ ഇദ്ദേഹം ചെയ്യുമായിരുന്നു, അവിടെ ഒരു പാറക്കല്ലിന് അടുക്കലിരുന്ന് ആളുകൾക്ക് സവീഖ് ഉണ്ടാക്കി കൊടുക്കും. സവീഖ് എന്ന് പറഞ്ഞാൽ ബാർലിയും അതേപോലെ തന്നെ തേനും മറ്റുമെല്ലാം ചേർത്ത് ഉണ്ടാക്കുന്നതായ ഒരു പായസമാണ്. ഇത് ആളുകൾക്ക് വിതരണം ചെയ്യും. ഇദ്ദേഹം ഹജ്ജിന് വരുന്ന ആളുകൾക്ക് അവർക്ക് വെള്ളം കൊടുക്കുക, അവർക്ക് ഈ പായസം കൊടുക്കുക എന്നാണ് അദ്ദേഹത്തിന്റെ പണി. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഖബറിന്റെ അരിക്കൽ ആളുകൾ എന്ത് ചെയ്തു? ഇഅ്തികാഫിന്. അതായിരുന്നു ലാത്തക്കുള്ള ഇബാദത്ത് മുഫസ്സിറുകൾ പറയുന്നത്. ചില ഉലമാക്കൾ പറയുന്നത് കാണാം, അദ്ദേഹം ഏത് കല്ലിന്റെ ചുവട്ടിൽ ഇരുന്നാണോ ഈ പറയുന്ന പായസം വിതരണം ചെയ്തത്, ആ കല്ലിന് വിതരണം ചെയ്തു ആരാധിക്കുന്നത്. അതിന് ലാത്ത എന്ന് പേരിട്ടു. വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. എങ്ങനെയാണെങ്കിലും അതെന്തായിരുന്നു? ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം അള്ളാഹുവിലേക്ക് ഇവരെ അടുപ്പിക്കും എന്നുള്ളതായിരുന്നു നേരത്തെ രണ്ടാമത്തെ ആയതയിൽ പറഞ്ഞതുപോലെ. അദ്ദേഹം അള്ളാഹുവിലേക്ക് ഇവരെ അടുപ്പിക്കും, ശുപാർശ പറയും എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. അതേപോലെ തന്നെ ഉസ്സ എന്ന് പറഞ്ഞാൽ അത് ഒരു ജിന്നായിരുന്നു എന്നാണ്. അതിന്റെ പ്രത്യക്ഷമായ അടയാളം ചില വൃക്ഷങ്ങളായിരുന്നു. ഒരു വാവ, ഒരു കാട് പിടിച്ച പ്രദേശം. അവിടെ എന്തുണ്ട്? അവിടെ ഒരു ജിന്നിനെ ആരാധിക്കപ്പെട്ടിരുന്നു. ആളുകൾ പോയി അവിടെ പോയി ഇബാദത്തുകൾ അർപ്പിക്കും. അപ്പൊ ഈ ജിന്ന് അതിൽ നിന്ന് ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുമായിരുന്നു എന്നാണ് ഹദീസിൽ കാണുന്നത്. റസൂലുള്ളാഹി അലൈഹി വസല്ലം മക്ക വിജയിച്ചടക്കിയതിനു ശേഷം എന്ത് ചെയ്തു? ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ അവിടേക്ക് നിയോഗിക്കുന്നുണ്ട്. അവിടെ പോയി ഇമാം നസായി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഹസനായ സ്വീകാര്യോഗ്യമായ ഹദീസാണ്. അതിൽ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ നിയോഗിക്കുകയും ഉസ്സയെ തകർക്കാൻ പറയുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം അവിടെ പോയി കാടെല്ലാം വെട്ടി വൃക്ഷങ്ങളെല്ലാം മുറിച്ചു കളഞ്ഞു. തിരികെ വന്നപ്പോ പറഞ്ഞു, മടങ്ങുക, നീ ഒന്നും ചെയ്തിട്ടില്ല, വീണ്ടും മടങ്ങാൻ പറഞ്ഞു. അങ്ങനെ വീണ്ടും മടങ്ങിയ സമയത്ത് അവിടെ ഒരു സ്ത്രീ, നഗ്നയായ ഒരു സ്ത്രീ മുടി വളർത്തിക്കൊണ്ട് പുറത്തു വന്നു എന്നാണ് ആ പ്രദേശത്തു നിന്ന്. അത് ഈ പറയുന്ന ഷൈത്വാനായിരുന്നു. അവരെന്ത് ചെയ്തു? വധിച്ചു കളയുകയുണ്ടായി. അങ്ങനെ മടങ്ങി വന്നപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അതായിരുന്നു ഉസ്സ എന്ന് പറഞ്ഞു. അപ്പൊ ഈ വൃക്ഷങ്ങളെ ഇബാദത്തുകൾ ചെയ്യുമ്പോൾ അവിടെ നിന്ന് ശബ്ദം ഉണ്ടാക്കിയിരുന്നത് ഈ പറയുന്ന ജിന്നായിരുന്നു, ഈ പറയുന്ന ഷൈത്വാനായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഈ വൃക്ഷത്തെ എന്ത് ചെയ്യുന്നു? അതിന്റെ പ്രതീകമായി കണ്ടുകൊണ്ട് അവിടെ ഇബാദത്തുകൾ അർപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോ
സ്വാലിഹായ വ്യക്തികൾ അല്ലെങ്കിൽ ജിന്നുകളെ അവരെ പ്രതിരൂപമായി കൊണ്ട് വൃക്ഷങ്ങളെയും കല്ലുകളെയും എല്ലാം എന്ത് ചെയ്തിരുന്നു, ഇബാദത്തുകൾ അർപ്പിച്ചിരുന്നു. അതേപോലെ തന്നെ മറ്റൊരു തെളിവാണ് വൃക്ഷങ്ങൾക്ക് ഇബാദത്തുകൾ അർപ്പിച്ചിരുന്നു എന്നുള്ളത്. മറ്റൊരു തെളിവാണ് ഹദീസ് അബീ വാഖിദിൻ ലൈസി റളിയല്ലാഹു അൻഹു. വളരെ പ്രധാനപ്പെട്ട ഹദീസാണ്. അബൂ വാഖിദിൻ ലൈസി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്. അദ്ദേഹം പറയാണ്, ഖറജ്നാ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ഹുനൈൻ. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹുനൈനിലേക്ക് പുറപ്പെട്ടു. ഹുനൈൻ യുദ്ധം വളരെ പ്രധാനപ്പെട്ട യുദ്ധമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയെ കീഴ്പ്പെടുത്തി. ഹിജ്റ 8ാമത്തെ വർഷം മക്കയിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളെയും ഹിജ്റ പോകേണ്ടി വന്നു. ശത്രുക്കളുടെ ഉപദ്രവ നിമിത്തം. അങ്ങനെ മദീന കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഹിജ്റ 6ാം വർഷം കുഫാറുകളും മക്കാ മുശ്രിക്കുകളുമായി ഒരു ഉടമ്പടി ഉണ്ടായി. ആ ഉടമ്പടി 7ാം വർഷം അവർ ലംഘിച്ചു. അങ്ങനെ 8ാം വർഷം ലംഘിച്ചു. എന്ത് ചെയ്തു? സ്വഹാബികൾ മക്ക കീഴ്പ്പെടുത്തി. മക്ക കീഴ്പ്പെടുത്തി കഴിഞ്ഞപ്പോ ഹുനൈൻ ത്വായിഫിന്റെ ഭാഗത്തുള്ളതായ ഒരു ഗോത്രം അവർ മുസ്ലിമീങ്ങളെ കീഴ്പ്പെടുത്താൻ അതിശക്തമായ സൈന്യവുമായി രംഗത്ത് വന്നു. 20,000-ഓളം വരുന്ന ആളുകൾ മുസ്ലിമീങ്ങളെ കീഴ്പ്പെടുത്തുക, കഅബ പിടിച്ചടക്കുക എന്നുള്ള ലക്ഷ്യവുമായി അവർ എന്ത് ചെയ്തു? മക്കയെ നേരിട്ട് വന്നു. ശക്തമായ സൈന്യമാണ്. വളരെയധികം ഭീതി ഉള്ള ഒരു സന്ദർഭമാണ്. ഈ സമയത്ത് എന്ത് ചെയ്തു? വാർത്ത നബി ലഭിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ ചെയ്തു സഹാബികളെയും കൂട്ടി മക്കയ്ക്ക് പുറത്തേക്ക് കടന്നു ഹുനൈനിലേക്ക് പുറപ്പെട്ടു, അവരെ നേരിടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഈ സമയത്ത് അബൂ ബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ കുഫറിനോട് അടുത്ത ആളുകളായിരുന്നു. അതായത് ഇപ്പോൾ ഇസ്ലാം സ്വീകരിച്ചതേ ഉള്ളൂ. മക്ക വിജയിച്ചടക്കിയപ്പോൾ ധാരാളം ഗോത്രങ്ങൾ ഒന്നിച്ചു വന്നിട്ട് എന്ത് ചെയ്തു? ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അങ്ങനെ ധാരാളം മുസ്ലിങ്ങളുണ്ട് അവിടെ. വലിയ മുശ്രിക്കീന സിദ്റ, മുശ്രിക്കീങ്ങൾക്ക് ഒരു വൃക്ഷമുണ്ട്. എന്താണ് ഇതിന്റെ പ്രത്യേകത? യഅഖുഫൂന ഇൻദ, ആ വൃക്ഷത്തിന് ചുറ്റും അവരിങ്ങനെ എത്തിക്കാതിരിക്കും. വയനൂഖൂന ബിഹാ അസ്ലിഹതഹും, അതിൽ അവരുടെ ആയുധങ്ങൾ തൂക്കിയിടും. യുഖാലു ലഹാ ദാത്തു അൻവാത്ത്, അതിന് ദാത്തു അൻവാത്ത് എന്നാ പറയുക. എന്തിനാണ് അവരിങ്ങനെ ചെയ്യുന്നത്? ഈ വൃക്ഷത്തിൽ ഇങ്ങനെ ആയുധങ്ങൾ തൂക്കിയിട്ടിട്ട് യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ജയിക്കുമെന്നുള്ളതാണ്. അപകടങ്ങൾ ഉണ്ടാവുകയില്ല, വർക്കത്തെടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ നാടുകളിലുണ്ട് ചില ആളുകൾ വാഹനം വാങ്ങി എന്ത് ചെയ്യും? അതിന്റെ കീ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ജാറത്തിൽ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയിട്ടാൽ എന്താണ്? വാഹനത്തിന് അപകടങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് അവരുടെ വിശ്വാസം. എന്നതുപോലെ മക്ക മുശ്രിക്കുകൾ വർക്കത്തെടുത്തിട്ട് ഇങ്ങനെ ചില വൃക്ഷങ്ങളിലാണ് അവർ ആ വൃക്ഷങ്ങളിൽ ആയുധം തൂക്കിയിടും. അപ്പൊ ഇത് കണ്ടപ്പോ മറന്ന വിശുദ്ധത്തിൽ ഞങ്ങൾ ഹുനൈനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഭീതി ഉള്ള സന്ദർഭമാണ് കേട്ടോ. ശത്രുക്കൾ എന്താണ് ബാഹുല്യമുള്ള ശത്രു സൈന്യമാണ്, ശക്തരാണ്, നല്ല ആയുധബലമുള്ളവരാണ്. ഈ സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്യാണ്? ആ ഭീതിയോടെ പോകുമ്പോ ഒരു സിദ്റയുടെ അരികിലൂടെ ഞങ്ങൾ പോയി, ഒരു വൃക്ഷത്തിന് ചുവട്ടിലൂടെ. ഫഖുൽന, അപ്പൊ ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇജ്അൽ ലനാ ദാത അൻവാത്തിൻ കമാ ലഹു ദാതു അൻവാത്ത്, അവർക്ക് ആയുധങ്ങൾ തൂക്കിയിട്ട് വർക്കത്തെടുക്കാൻ ദാത്തൻവാത്തുണ്ടല്ലോ, ഞങ്ങൾക്കും വേണം അങ്ങനെയൊന്നും. ഞങ്ങൾക്ക് കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കുന്ന ഒരു ആരാധ്യൻ, അല്ലെങ്കിൽ വർക്കത്തെടുക്കാൻ പറ്റുന്ന ഒന്ന്, ഏതെങ്കിലും നബിയുടെ ഖബറോ അല്ലെങ്കിൽ സാലിഹിന്റെ അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഖബറുണ്ട് മക്കയിൽ. അങ്ങനെ ഏതെങ്കിലും ഖബറോ അല്ലെങ്കിൽ അമ്പിയാക്കളുടെ ഖബറോ ഏതെങ്കിലും ഒന്ന് കാണിച്ച് ഞങ്ങൾക്ക് ബർക്കത്തെടുക്കണം. ഒരു ദാത്തൻവാത്ത് ഞങ്ങൾക്ക് വേണം, അതാണ് അവരുടെ ആവശ്യം. ബർക്കത്തെടുക്കാനോ മുശ്രിക്കുകൾ ചെയ്യുന്നത് പോലെ ഞങ്ങൾക്കും ഒരു ദാത്തൻവാത്ത് വേണം എന്ന് ചെയ്തു. മുസ്ലിമീങ്ങളിൽപ്പെട്ട ഇസ്ലാമിലേക്ക് കടന്നു വന്ന ചില ആളുകൾ പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉടനെ തന്നെ ശക്തമായി തിരുത്തുകയുണ്ടായി. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു അക്ബർ, ഗൗരവത്തിലാണ് പറയുന്നത്. നമ്മുടെ നാടുകളിലുള്ള ആളുകൾ ഇപ്പോ തൗഹീദ് പറയണ്ട, ഇപ്പൊ യുദ്ധം ചെയ്യാൻ പോലെ, ശത്രുക്കൾ നമ്മളെ കൊല്ലാൻ പോവാണ്, അതുകൊണ്ട് ഇപ്പൊ തൗഹീദ് പറയണ്ട, കുറച്ച് കഴിഞ്ഞാകാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിച്ചില്ല. ഉടനെ തന്നെ തിരുത്തി. കാരണം തൗഹീദ് ഇല്ല എങ്കിൽ തീർന്നു. തൗഹീദ് ഇല്ല എങ്കിൽ ഇവർ യുദ്ധം ചെയ്യണമെന്തിനാണ്? ഇവരെന്തിനാണ് മുസ്ലിം ആകുന്നത്? ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ഉടനെ തിരുത്തേണ്ടത് എന്താണ്? ജീവൻ പോയാലും വേണ്ടില്ല, ആദ്യം പഠിപ്പിക്കപ്പെടേണ്ടത് തൗഹീദാണ്. ഹുനൈനിലേക്ക് പോകുന്ന ഈ ഭീതിതമായ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് പ്രഭാഷണം നടത്തുകയാണ്. അല്ലാഹു അക്ബർ, ഇന്നഹ സുനൻ, ഇത് മുൻഗാമികളുടെ പിഴച്ച
രീതിയാണ്. ഖുൽതും വല്ലദീ നഫ്സി ബിയദി, നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്റെ നഫ്സ് ഏതൊരുവന്റെ കയ്യിലാണോ അവൻ തന്നെ സത്യം, അല്ലാഹു തന്നെ സത്യം. കമാ ഖാലത് ബനു ഇസ്രായീൽ, ബനു ഇസ്രായീൽ പറഞ്ഞതുപോലെയാണ് ഈ പറഞ്ഞത്. ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, ഞങ്ങൾക്ക് മുശ്രിക്കുകൾക്ക് വ്യത്യസ്ത ആരാധ്യനുള്ളതുപോലെ അവർക്ക് പശുവും മറ്റൊക്കെ ആരാധിക്കാൻ ഞങ്ങൾക്കൊരു ആരാധ്യനെ വേണം എന്ന് ബനു ഇസ്രായേൽ മൂസാ നബിയോട് പറഞ്ഞതുപോലെയാണ് നിങ്ങൾ പറഞ്ഞത്. അതിൽ വ്യത്യസ്തമല്ല. നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് തന്നെ ശിർക്കാണ്, പാടില്ലാത്തത് ഉടനെ തന്നെ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി. എന്നിട്ട് പറഞ്ഞു, ലതർകബുന്ന സനന മൻ കാന ഖബലകും, നിങ്ങളുടെ മുൻഗാമികളായ ആളുകളുടെ ഈ പറയുന്ന പിഴച്ച വഴികൾ നിങ്ങൾ തുടരുക തന്നെ ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് കൊടുത്തു. ഉടനെ തന്നെ തിരുത്തി. യുദ്ധം കഴിഞ്ഞോട്ടേനും വിചാരിച്ചില്ല. കാരണം തൗഹീദില്ല എങ്കിൽ അവരുടെ കാര്യം അപകടത്തിലാണ്. കാലാകാലം നരകത്തിലേക്ക് ഒരാളെ പ്രവേശിപ്പിക്കുന്നതിന് തുല്യമാണ്. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുത്തു. അപ്പോൾ അവർ വൃക്ഷങ്ങൾക്ക് ഇബാദത്തുകൾ അർപ്പിച്ചിരുന്നു. ബനു ഇസ്രായേലികൾ എന്താണ്, അവരുടെ കാലത്ത് പശുവിനെയും അതേപോലെ വിഗ്രഹങ്ങളെയും ഇബാദത്ത് ചെയ്യുന്നതിന് തുല്യമാണ് എന്ത്, ഈ പറയുന്ന വൃക്ഷങ്ങളിൽ നിന്ന് വർക്കത്തെടുക്കുക അല്ലെങ്കിൽ കല്ലുകളിൽ നിന്ന് വർക്കത്തെടുക്കുക എന്നുള്ളതും അതേപോലെ തുല്യമാണ് എന്ന് ചെയ്തു. അവരിൽ നിന്ന് അവരിൽ അഭയം തേടുക എന്നുള്ളത് പാടില്ലാത്തതാണ്, അത് അതിന് തുല്യമാണ് എന്ന് ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ ഈ മൂന്നാമത്തെ ആയത്ത് പറയുന്നതാണ്, മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങളുടെ ആരാധ്യ, അതിൽ കല്ലുകളുണ്ട്, വൃക്ഷങ്ങളുണ്ട്, അമ്പിയാക്കളുണ്ട്, സ്വാലിഹീങ്ങളുണ്ട്, സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, അതേപോലെ തന്നെ നക്ഷത്രങ്ങളുണ്ട്, വ്യത്യസ്തങ്ങളായ ജിന്നുകളുണ്ട്, വ്യത്യസ്തങ്ങളായ ആരാധ്യർ അവർക്കുണ്ടായിരുന്നു. അവരുടെ എല്ലാവരുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു. യുദ്ധത്തിലേർപ്പെട്ടു. ആരെങ്കിലും പ്രത്യേകം മാറ്റി നിർത്തിയില്ല. എല്ലാവരും എന്താണ്, അപകടത്തിലാണ്, തൗഹീദിന് വിരുദ്ധമാണ് അവർ ചെയ്യുന്നത് എന്ന് ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പഠിപ്പിച്ചു കൊടുത്തു. ഇതാണ് മൂന്നാമത്തെ ഖായിദ. നാലാമത്തെ ഖായിദ, അൽ ഖായിദത്തു റാബിഅ അന്ന മുശ്രികീ സമാനിയ, നമ്മുടെ ഈ കാലത്തുള്ളതായ മുശ്രിക്കുകൾ അഗ്ലദു ശിർകൻ മിനൽ അവ്വലീൻ, മുൻഗാമികളായ മക്ക മുശ്രിക്കുകളുടെ ശിർക്കിനേക്കാൾ കാഠിന്യമേറിയവരാണ്, കാഠിന്യമുള്ള ശിർക്ക് ചെയ്യുന്നവരാണ് നമ്മുടെ നാടുകളിലുള്ള ഈ ആധുനിക കാലഘട്ടത്തിൽ മുശ്രിക്കുകൾ. എന്താണ് കാരണം? നബിയുടെ കാലത്ത് അന്നുണ്ടായിരുന്ന മക്ക മുശ്രിക്കുകൾ അവർ എന്ത് ചെയ്യുമായിരുന്നു? ഐശ്വര്യമുള്ള സമയത്ത് മാത്രമേ അവർ എന്ത് ചെയ്യുമായിരുന്നുള്ളൂ? ശിർക്ക് ചെയ്യുമായിരുന്നു. അപകടങ്ങളൊന്നുമില്ലാത്ത സ്വസ്ഥതയും സമാധാനവുമുള്ള സമയങ്ങളിൽ മാത്രമേ അവർ ശിർക്ക് ചെയ്യുമായിരുന്നുള്ളൂ. എന്നാൽ കാഠിന്യമേറിയ ഏതെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ അവർ എന്ത് ചെയ്യുമായിരുന്നു? അള്ളാഹുവിനോട് മാത്രം ഇബാദത്ത് ചെയ്യുന്നവരായിരുന്നു ആദ്യകാല മുശ്രിക്കുകൾ. എന്നാൽ നമ്മുടെ ആധുനികരായ മുശ്രിക്കുകൾ അവരുടെ ശിർക്ക് എന്നെന്നുമുള്ളതാണ്. അവർക്ക് ഐശ്വര്യമുള്ള ക്ഷേമമെന്നോ ക്ഷാമമെന്നോ ഇല്ല. എല്ലാ സമയത്തും ഇവർ ശിർക്ക് ചെയ്യുന്നു. അവർ മക്ക മുശ്രിക്കുകൾ ആത്യന്തിക ഘട്ടത്തിൽ അള്ളാഹുവിനെ വിളിക്കുമായിരുന്നു. എന്നാൽ ആധുനിക മുശ്രിക്കുകൾ അവർക്ക് പ്രയാസങ്ങളൊന്നും ഇല്ലെങ്കിലും മൊയ്തീൻ ശേഖനെ വിളിക്കും, മുമ്പുറത്തെ തങ്ങളെ വിളിക്കും, സീമടവൂരിനെ വിളിക്കും, ബദരീങ്ങളെ വിളിക്കും. ഇനി കഠിനമായ പ്രയാസം വന്നാലും കപ്പലിലൂടെ സഞ്ചരിക്കുകയാണ്, കപ്പൽ മുങ്ങാൻ പോകും. നമ്മൾ കണ്ടതാണ് നമ്മുടെ നാടുകളിലെ ചില ആളുകൾ ചെയ്യുന്നത്. അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്, ബദരീങ്ങളോട് ദുആ ചെയ്യുകയാണ്. ബദരീങ്ങളെ ഞങ്ങളെ രക്ഷിക്കണേ, നിങ്ങളല്ലാതെ മറ്റാരും ഞങ്ങൾക്കില്ല, ഞങ്ങളെ കാക്കാൻ മറ്റാരും തന്നെയില്ല. എപ്പോഴാണ് പറയണത്? കടലിൽ കഠിനമായ പ്രയാസം നേരിടുന്ന സമയത്ത്. അപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ ശിർക്ക് ചെയ്യുന്ന ആളുകൾ കഠിനമുള്ള പ്രയാസങ്ങളിലും അതേപോലെ തന്നെ ഐശ്വര്യമുള്ള സമയത്തും ക്ഷാമകാലത്തും ക്ഷേമകാലത്തും അവർ എന്ത് ചെയ്യും? ആധുനിക കാലത്തുള്ളവർ ശിർക്ക് ചെയ്യും. മക്ക മുശ്രിക്കുകൾ അങ്ങനെയായിരുന്നില്ല. അവർക്ക് കുടുങ്ങിക്കഴിഞ്ഞാൽ അവർ നേരം ചെയ്യുമായിരുന്നു, അള്ളാഹുവിനെ മാത്രം വിളിക്കുമായിരുന്നു. എന്താണ് തെളിവ്? പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഇതിനുള്ള തെളിവ് അള്ളാഹുവിന്റെ വാക്യമാണ്. അവർ സമുദ്രത്തിലൂടെ കപ്പലിലൂടെ സഞ്ചരിച്ചാൽ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യും, അള്ളാഹുവിനെ മാത്രം ദുആ ചെയ്യും. മുഖ്ലിസീന ലഹുദ്ദീൻ, ഇബാദത്തുകൾ മുഴുവൻ അള്ളാഹുവിന് മാത്രം സമർപ്പിക്കുന്നവരായി അവർ എന്ത് ചെയ്യും? അള്ളാഹുവിനെ മാത്രം വിളിക്കും. ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി, അങ്ങനെ അവരെ നാം രക്ഷപ്പെടുത്തിയാൽ
കരയിലേക്ക് രക്ഷപ്പെടുത്തിയാൽ അപ്പൊ വീണ്ടും അവർ ചെയ്യും, ശിർക്ക് ചെയ്യും. അപ്പൊ വീണ്ടും അവർ ലാത്തയെ വിളിക്കും, അമ്പിയാക്കളെ വിളിക്കും, സ്വാലിഹീങ്ങളെ വിളിക്കും, ജിന്നുകളെ വിളിക്കും, മലായികത്തിനെ വിളിക്കും. കുടുങ്ങുന്ന സമയത്ത് അവർ ആരെ മാത്രം വിളിക്കുമായിരുന്നു? അള്ളാഹുവിനെ മാത്രം വിളിക്കുമായിരുന്നു. എത്ര പച്ചയായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരുന്നത്. ഇതിൽ ധാരാളം പാഠങ്ങളുള്ള ഒരു ആയത്താണ്. ദുആക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകും. നിഷ്കളങ്കമായ പ്രാർത്ഥന അത് കാഫിർ നടത്തിയാൽ പോലും അള്ളാഹു ഉത്തരം നൽകും എന്നാണ് ഇത് പഠിപ്പിക്കുന്നത്. കുടുങ്ങുന്ന സന്ദർഭങ്ങളിൽ കാഫിറുകൾ അള്ളാഹുവിനോട് വിളിച്ച് ദുആ ചെയ്താൽ പോലും ദുആക്ക് ഉത്തരം നൽകും എന്നാണ് ഇത് പഠിപ്പിക്കുന്നത്. അപ്പൊ മുവഹിദായ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുന്ന, അവരോട് സ്നേഹമുള്ള, നമസ്കരിക്കുന്ന, സ്വർഗ്ഗം പ്രതീക്ഷിക്കുന്ന, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു മുസ്ലിം അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ അള്ളാഹു ഉത്തരം നൽകിയില്ലേ? അള്ളാഹു ഉത്തരം നൽകും. എന്തിനാണ് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നത്? പടവൂരത്തെ ശേഖനെയും അല്ലെങ്കിൽ വൈദ്യ ശേഖനെയും ബദരീകളെ വിളിക്കുന്നത് എന്തിനാണ്? അള്ളാഹു ഉത്തരം നൽകുന്നവരാണ് എന്ന് വലിയ പാഠം തരുന്നുണ്ട്. ഈ ആയത്ത് നമ്മൾ പഠിപ്പിച്ചിരുന്നുണ്ട്. മാത്രമല്ല മുസ്ലിം റഹ്മത്തുള്ളാഹി ഇവിടെ കൊണ്ടുപോകുന്നതിനാണ് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങളെയും കാഠിന്യം എന്ത് ചെയ്യുന്നുണ്ട്, ഇത് പഠിപ്പിക്കുന്നുണ്ട്. ഇതിനെ വിശദീകരിക്കുന്നിടത്ത് പല പണ്ഡിതന്മാരും ധാരാളം ന്യായം പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അതിൽ ഒരു ന്യായമാണ് മുസ്ലിം ഇവിടെ പറഞ്ഞത്. എന്താണ് ഒരു ന്യായം? മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ പ്രയാസഘട്ടത്തിൽ അള്ളാഹുവിനെ മാത്രം വിളിക്കുമായിരുന്നു, അല്ലാത്ത സമയത്താണ് അവർ മറ്റുള്ള ആളുകൾ വിളിക്കുമായിരുന്നു. പക്ഷെ നമ്മുടെ കാലത്തുള്ള ആളുകൾ അള്ളാഹുവിനോടും അള്ളാഹു അല്ലാത്തവരോട് എല്ലാ സമയത്തും അവർ എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കുന്നു. അതാ ഒരു ന്യായം. വേറൊരു ന്യായം, ആദ്യകാലത്തുണ്ടായിരുന്ന മുശ്രിക്കുകൾ, മക്ക മുശ്രിക്കുകൾ, അവർ അള്ളാഹുവിനോടൊപ്പം ദുആ ചെയ്തിരുന്നത് നബിമാർക്കാണ്. നബിമാരോട് ദുആ ചെയ്തിരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ മലായികത്തിനോട്, സ്വാലിഹുകളോട്, അതേപോലെ വൃക്ഷങ്ങളും കല്ലുകളും. അവർ പാപങ്ങൾ ചെയ്യാത്തവരാണ്, അങ്ങനെയുള്ളവരോടാണ് അവരെ എന്ത് ചെയ്ത് പ്രാർത്ഥിച്ചത്. എന്നാൽ ആധുനികരായ ശിർക്ക് ചെയ്യുന്ന ആളുകൾ ഈ പറയുന്ന അമ്പിയാക്കളും സ്വാലിഹുകളോടൊക്കെ ചെയ്യുന്നുണ്ട്. അതിനോടുകൂടെ ഒരു അഡ്രസ്സും ഇല്ലാത്ത, അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് നേരെ വിപരീതം ചെയ്ത് നടന്ന, ഔറത്ത് മറയ്ക്കാത്ത, മദ്യപിച്ചിരുന്ന, പുകവലിച്ചിരുന്ന, പല പല തോന്നിവാസങ്ങൾ ചെയ്തിരുന്ന, നമസ്കരിക്കാത്ത ഫുസാഖുകളായ ആളുകൾക്ക് വരെയും ഫാസിഖീങ്ങൾക്ക് വരെയും എന്ത് ചെയ്യുന്നു? നമ്മുടെ നാടുകളിലുള്ളതായ ശിർക്ക് ചെയ്യുന്ന ആളുകൾ ഇബാദത്തുകൾ അർപ്പിക്കുന്നു. മക്കയിലുള്ള മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. അവർ പ്രത്യക്ഷമായി ഇബാദത്തുകൾ അർപ്പിച്ചിരുന്നത് സ്വാലിഹികളായ ആളുകളോടായിരുന്നു. അതിനേക്കാൾ കാഠിന്യം എവിടെയുണ്ട്? ആധുനിക കാലഘട്ടത്തിൽ ശിർക്ക് ചെയ്യുന്ന ആളുകൾക്കുണ്ട്. മറ്റൊരു ന്യായം പറയാൻ ഇങ്ങനെയാണ്. ആദ്യകാല മുശ്രിക്കുകൾ അവർ വിശ്വസിച്ചിരുന്നത്, അവർ അള്ളാഹുവിന് പുറമെ മറ്റുള്ള സൃഷ്ടികൾക്ക് ഇബാദത്തുകൾ അർപ്പിച്ചപ്പോൾ ഞങ്ങൾ നബിമാരുടെ ദഅവത്തിന് വിരുദ്ധമാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറഞ്ഞാൽ അവർ ചോദിക്കും, അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ, ഞങ്ങളുടെ ആരാധ്യനെ ഒറ്റ ആരാധ്യരാക്കണം എന്നാണ് പറയുന്നത്. അതായത് ലാത്തക്കും പാടില്ല, ഇബാദത്ത് പാടില്ല, ഇബ്രാഹിം നബിക്ക് ഇസ്മായിൽ നബിയോട് ദുആ ചെയ്യാം, അല്ലാഹുവിനെ മാത്രം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ അവർ കൂട്ടാക്കുമായിരുന്നില്ല. പക്ഷേ ആധുനികരായ ആളുകൾ അവരെന്ത് ചെയ്യുന്നു? അവർ ഇവരുടെ ഈ ശിർക്ക് അത് അമ്പിയാക്കളുടെ ദഅവത്തിന് തുല്യമാണ് എന്നവർ വാദിക്കുകയാണ്. അതായത് അമ്പിയാക്കളുടെ ദഅവത്ത് ഇങ്ങനെ ശിർക്ക് ചെയ്യലാണ് എന്നാണ് അവർ വാദിക്കുന്നത്. നഅൂദുബില്ല. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ ഇത് നബിമാരുടെ എന്താണ് ആദർശമാണ്, നബി കൊണ്ടുവന്നിരിക്കുന്നതിന് വിപരീതമായിട്ടാണ് അവർ ചെയ്തത്. നബിമാർ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർ അംഗീകരിക്കുമായിരുന്നു. പക്ഷെ ഇവരെന്ത് ചെയ്യുന്നു? ഇവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു, എന്നിട്ട് എന്ത് ചെയ്യണം? ഇവർ ഈ പറയും ഞങ്ങൾ മൊയ്‌ദി ശേഖനെ വിളിച്ച് ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബദരീങ്ങളെ വിളിച്ച് ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് തൗഹീദാണ്, ഇത് നബിമാർ പഠിപ്പിച്ചതാണ് എന്ന് നബിമാരുടെ മേൽ കളവ് പറയുകയാണ്. മക്കയിലുള്ള മുശ്രിക്കുകൾ ചെയ്തിട്ടില്ല, ആ പറയുന്ന വ്യാജാരോപണം നടത്തിയിട്ടില്ല. അതേപോലെ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ അവർ ഞങ്ങളുടെ കാര്യങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാവിധ അധികാരങ്ങളും ഉള്ളത് അത് ഈ പറയുന്ന ലാത്തക്കും ഉസ്സക്കും അല്ലെങ്കിൽ നബിമാർക്കും സ്വാലിഹീങ്ങൾക്കും ആണെന്ന് വിശ്വസിച്ചിട്ടില്ല. നമ്മുടെ ഒന്നാമത്തെ ആയതയിൽ പറഞ്ഞതുപോലെ അവർ അള്ളാഹുവിനെയാണ് സൃഷ്ടാവായി കണ്ടിരുന്നത്.
മുഴുവൻ ലോകത്തെയും നിയന്ത്രിക്കുന്നത് ആരാണ്, മഴ വർഷിക്കുന്നത് ആരാണ്, ജീവിപ്പിക്കുന്നത് ആരാണ്, മരിപ്പിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ മക്ക മുശ്രിക്കുകൾ എന്ന് പറയും, അള്ളാഹു എന്ന് പറയും. പക്ഷെ ആധുനികരായ ശിർക്ക് ചെയ്യുന്ന ആളുകൾ അവർ പറയുന്നു ലോകം മുഴുവനും നിയന്ത്രിക്കുന്നത് ആരാണ്, അടവുഷീഫാണ്, അല്ലെങ്കിൽ മരിച്ചുപോയിരിക്കുന്ന ആളുകൾ ആത്മാക്കളാണ് ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് എന്ന് ആധുനികരായ ആളുകൾ പറയും. ഈ പറയുന്ന കാഠിന്യമേറിയ ശിർക്ക്, അതായത് റുബൂബിയ്യത്തിലും ആധുനികരായ ആളുകൾ ശിർക്ക് വെക്കുന്നു. അള്ളാഹു മാത്രമാണ് സൃഷ്ടാവും ഉടമസ്ഥനും പരിപാലകനെന്നും മക്ക മുശ്രിക്കുകൾ വിശ്വസിച്ചപ്പോൾ ആധുനികരായ ആളുകൾ എന്ത് ചെയ്യുന്നു, അതിനും പങ്കുചേർക്കുകയാണ്. അള്ളാഹുവിന് പുറമെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ മടവൂർ ഷേഖുണ്ട്, അല്ലെങ്കിൽ മുഹീദ്ദീൻ ഷേഖുണ്ട്, റിഫായി ഷേഖുണ്ട് എന്ന് പറഞ്ഞ് അതിൽ എന്ത് ചെയ്യുന്നു, അവർ ശിർക്ക് വെക്കുന്നു. അതേപോലെ തന്നെ വളരെ വൈരുദ്ധ്യം തോന്നുന്ന ഒരു കാര്യമാണ്, അതായത് ആധുനികരായ മുശ്രിക്കുകൾ അവർ ആധുനികരായ ശിർക്ക് ചെയ്യുന്ന ആളുകൾ അവരുടെ ആരാധ്യനെ ലക്ഷ്യം വെക്കുകയാണ്. അതിന് മാർഗമായിട്ട് അവരിലേക്ക് അടുക്കാൻ അവർ ആരെ സ്വീകരിക്കുന്നു, അള്ളാഹുവിനെ ഇടയിൽ വെക്കുന്നു. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ ആരെ ഇടയിൽ വെക്കുന്നു, സൃഷ്ടികളൊക്കെ. നമ്മൾ രണ്ടാമത്തെ ആയതിൽ പറഞ്ഞല്ലോ, അതായത് അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടിയിട്ട്, അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ഈ ആരാധ്യനെ സ്വീകരിച്ചതെന്നല്ലേ മക്ക മുശ്രിക്കുകൾ പറഞ്ഞിരുന്നത്. പക്ഷെ ആധുനികരായ ശിർക്ക് ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ നേരെ വിപരീതമാണ്. അവർ ലക്ഷ്യം വെക്കുന്നത് അള്ളാഹുവിനെയല്ല, പിന്നെയോ സൃഷ്ടികളെ ലക്ഷ്യം വെക്കുന്നു. എന്നിട്ട് അവരിലേക്ക് അടുക്കാൻ ഇടയിൽ ആരോപിക്കുന്നു, അള്ളാഹുവിനെ കൊണ്ടുവരുന്നു. ഇത് സൂഫി തരീഖത്തുകളിൽ കാണുന്ന രീതിയാണ്. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നാടുകളിൽ വളരെ വ്യാപകമായി പ്രചരിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് മുഹീദ്ദീന്മാർ. അതിനൊരു വരി ഇങ്ങനെയാണ്: മുത്താൽ പടച്ച ദുനിയാവിൽ നിൽക്കുന്ന മൂപ്പർ മുഹീദ്ദീൻ കാവലി ഏകല്ലാഹ് എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരണത്താൽ ദുനിയാവിനെ പടച്ച, ഈ ദുനിയാവ് പടക്കപ്പെട്ട ഈ ദുനിയാവിൽ ഞങ്ങൾ ജീവിക്കുന്ന കാലത്തോളം മുഹീദ്ദീൻ ഷേഖിന്റെ കാവൽ നീ ഞങ്ങൾക്ക് നൽകണം. ആരുടെ കാവലാണ് ഇവിടെ ചോദിക്കുന്നത്? മുഹീദ്ദീൻ ഷേഖിന്റെ കാവൽ. മുഹീദ്ദീൻ ഷേഖിന്റെ കാവല് കിട്ടാൻ വേണ്ടിയിട്ട് ഇടയിൽ ആര് നിൽക്കുകയാണ്? അള്ളാഹു നിൽക്കുകയാണ്. അപ്പൊ ഇവര് കാവൽ നൽകുന്നവൻ, രക്ഷപ്പെടുത്തുന്നവൻ മുഹീദ്ദീൻ ഷേഖാണെന്നാണ് വിശ്വസിക്കുക. എന്നിട്ട് മുഹീദ്ദീൻ ഷേഖിന്റെ രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് ആരോട് ചോദിക്കുന്നു? ഇടയിൽ ആര് നിർത്തുന്നു? അള്ളാഹു. എത്രത്തോളം വ്യതിചരിച്ചു. മക്ക മുശ്രിക്കുകൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ ഇടയിൽ എന്ത് ചെയ്തു? ആളെ വെച്ചപ്പോൾ ഇവരുടെ ആരാധ്യയിലേക്ക് അടുക്കാൻ അള്ളാഹുവിന്റെ ഇടയിൽ എന്ത് ചെയ്യാണ്? കൊണ്ടുവരികയാണ്. എന്നിട്ട് ഇവരാണ് ഞങ്ങളെ രക്ഷിക്കുന്നവൻ, ഇവരുടെ രക്ഷയാണ്, ഇവരാണ് ഞങ്ങൾക്ക് അഭയം ചെയ്യുന്നവർ എന്നുള്ള രീതിയിൽ നേരെ തലതിരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആധുനികരായ ശിർക്ക് ചെയ്യുന്ന ആളുകളാണ് അവരെക്കാൾ കാഠിന്യമേറിയവർ. അതുപോലെ തന്നെ ആധുനികരായ ശിർക്കിന്റെ വക്താക്കൾ പറയുന്ന മറ്റൊരു വാദമുണ്ട്. അവർ പറയുന്നത് സ്വാലിഹീങ്ങളെയും അമ്പിയാക്കളെയും എല്ലാം ലക്ഷ്യമാക്കിക്കൊണ്ട് അവരോട് ദുആ ചെയ്യുന്നത്, അവരോട് ഇസ്തിഗാസകൾ അർപ്പിക്കുന്നത്, അവർക്ക് നേർച്ചകൾ അർപ്പിക്കുന്നത്, ഇത് അവർക്കുള്ള അവകാശമാണ്, അവരോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. ഒരാൾ അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ അവർ അക്രമികളാണ് എന്നാണ് പറയുന്നത്. ഒരാൾ സ്വാലിഹീങ്ങളോട് ഇസ്തിഗാസ നടത്തുന്നില്ലെങ്കിൽ ഇവർ സ്വാലിഹീങ്ങളെ സ്നേഹിക്കാത്തവർ. അതുകൊണ്ടാണിത് അഹ്ലുസുന്നയുടെ ആളുകളെ, സലഫിയ്യത്ത് മുറുകെ പിടിക്കുന്ന ആളുകളെ ഇവർ പറയുമ്പോൾ ഇവർ നബിയോട് സ്നേഹമില്ലാത്തവർ, ഇവർ സ്വാലിഹീങ്ങളെ അംഗീകരിക്കാത്തവർ, അള്ളാഹുവിന്റെ വലിയ അംഗീകരിക്കാത്തവർ. എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്? സ്വാലിഹീങ്ങളോട് ദുആ ചെയ്യാത്ത കാരണത്താൽ, അവർക്ക് നേർച്ചകൾ അർപ്പിക്കാത്ത കാരണത്താൽ. ഇത് മക്ക മുശ്രിക്കുകൾ പറഞ്ഞിട്ടില്ല. മക്ക മുശ്രിക്കുകൾ അവർ പറഞ്ഞത് മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് അള്ളാഹുവിനെ, ഞങ്ങൾ പാപികളാണ്, അള്ളാഹുവിനെ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു ഞങ്ങൾ ഇവരെ. പക്ഷെ ഇവര് പറഞ്ഞത് അങ്ങനെയല്ല. ഇവര് പറയുന്നത് എന്താണ്? ഇവര് പറയുന്നത് സ്വാലിഹീങ്ങൾക്കും അമ്പിയാക്കൾക്കും അവകാശപ്പെട്ടതാണ് നാം അവരോട് എന്ത് ചെയ്യുക, ദുആ ചെയ്യുക, അവർക്ക് നേർച്ചകൾ അർപ്പിക്കുക എന്നുള്ള അവരുടെ അവകാശമാണ്. ഒരാൾ അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ അവൻ എന്ത് ചെയ്തു? അവൻ അമ്പിയാക്കളോടും സ്വാലിഹീങ്ങളോടും സ്നേഹമില്ലാത്തവനാണ്, അവരോട് ഉറപ്പുള്ളവരാണ് എന്നുള്ളതാണ്. അതേപോലെ ആധുനികരായ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ അവർ അള്ളാഹുവിന് പുറമെ മറ്റ് ആരാധ്യരെ സ്വീകരിച്ചിരുന്നത് അവരുടെ ദുനിയാവിന്റെ നേട്ടങ്ങൾ മാത്രം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. മക്കളെ കിട്ടാൻ,
അല്ലെങ്കിൽ എന്തെങ്കിലും കളഞ്ഞു പോയിരിക്കുന്ന വസ്തുക്കൾ ലഭിക്കാൻ ദുനിയാവിൻ്റെ ആവശ്യങ്ങൾ മാത്രമായിരുന്നു അവർ ചെയ്യുള്ളൂ, അവരുടെ ആരാധ്യയോട് പറയുമായിരുന്നു. എന്നാൽ ആധുനികരായ ശിർക്കിന്റെ വക്താക്കൾ അവരെന്ത് ചെയ്യുന്നു? സകല കാര്യത്തിനും, ദുനിയാവിനും ആഖിറത്തിനും, നരകത്തിൽ രക്ഷപ്പെടുത്താനും അതേപോലെ തന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാനും സകലത്തിനും ഇവർ ചോദിക്കുന്നവരോടാണ്, അള്ളാഹു അല്ലാത്തതായ ആളുകളോടാണ്. ഇതും അവരുടെ ശിർക്ക് കാഠിന്യമേറിയതാണ് എന്നുള്ളതിനുള്ളതായ തെളിവാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വ്യത്യാസം, മക്ക മുശ്രിക്കുകൾ അള്ളാഹുവിന്റെ ഷിആറുകളെ, അടയാളങ്ങൾ ബഹുമാനിച്ചിരുന്നു, അതിനവർ വില വച്ചിരുന്നു. അള്ളാഹുവിന്റെ പേരിൽ ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഉടനെ അവർ അംഗീകരിക്കുമായിരുന്നു. അവർ കഅബയെ വലിയ രീതിയിൽ ആദരിച്ചിരുന്നു. അള്ളാഹുവിന്റെ അടയാളമാണ്, ഷിആറാണ്. അള്ളാഹുവിന്റെ പേരിൽ ഒരാൾ സത്യം ചെയ്ത് പറഞ്ഞാൽ ഉടനെ അവർ എതിർത്തു കാര്യം. അള്ളാഹി ഇന്നത് പറഞ്ഞാൽ പിന്നെ അവർക്ക് പ്രശ്നം, കാരണം അള്ളാഹുവിനെല്ലാം അവർ പേടിച്ചിരുന്നു. അതുകൊണ്ട് അവർക്കത് വലിയ കാര്യമായിരുന്നു. പക്ഷേ ആധുനികരായ ശിർക്കിന്റെ വക്താക്കൾ അള്ളാഹുവിന്റെ ഷിആറിൽ അവഹേളിക്കുകയാണ്. ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. ഈ മഖ്ബറകൾ, ജാറങ്ങളുള്ള നാടുകളിൽ പോയിട്ട് ഒരാളോട് പറയാണ്, രണ്ടാൾ തർക്കമുണ്ടായിരുന്നു കുട്ടികളോ. അപ്പോൾ ഒരാൾ പറയാണ്, അള്ളാഹുവാണ് സത്യം, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? കളവ് പറയാൻ ഒരു മടിയുണ്ടാവില്ല. അള്ളാഹുവാണ് സത്യം, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, കളവ് പറയും. അപ്പോൾ അവൻ്റെ അടുത്ത് പറയുന്നത്, ജാറത്തിലുള്ള ശേഖരം പഠിച്ചിട്ട് സത്യം ചെയ്യും എന്ന് പറഞ്ഞാൽ ചെയ്യില്ല, സത്യം ചെയ്യില്ല. കാരണം അവർക്ക് പേടിയാണ്. അള്ളാഹുവിനേക്കാൾ ഒരു പേടിക്കുന്നത് എവിടെയാണ്? ജാറത്തിലുള്ള ശേഖനെയാണ്. ജാറത്തിലുള്ള ശേഖനെ പിടിച്ചിട്ട് കള്ളസത്യം ചെയ്യാൻ അവർക്ക് പേടിയാണ്. നേരെ മറിച്ച് അള്ളാഹുവിനെ കൊണ്ടത് ചെയ്യും. കഠിനമായ കളവുകൾ അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്ത് പറയും. പക്ഷെ മക്ക മുശ്രിക്കുകൾ ചെയ്യുമായിരുന്നില്ല. അള്ളാഹുവിന്റെ അടയാളങ്ങൾ അള്ളാഹുവിനെ സത്യം ചെയ്ത് പറയാൻ പറഞ്ഞാൽ ഇവരവിടെ നിർത്തുവാണ്, പേടിയായിരുന്നു. പക്ഷെ ആധുനികരായ ശിർക്കിന്റെ വക്താക്കൾ അവർ ഈ പറയുന്ന ജാറങ്ങളോടും അതേപോലെ തന്നെ അമ്പിയാക്കളോടും അത് അവരുടെ ലക്ഷ്യമായി മാറിയപ്പോൾ അവരെ പേടിക്കുന്നു, അള്ളാഹുവിനെ ചെയ്യുന്നില്ല, പേടിക്കുന്നില്ല. വളരെ ദാരുണമായ അവസ്ഥയുണ്ട്. അപ്പോൾ ഇതാണ് ഈ 4 കാര്യം. 4 കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. പരമാവധി ആളുകൾ കാണാതെ പഠിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഇതിന്റെ തെളിവുകൾ മനസ്സിലാക്കുക, എന്നിട്ട് പറഞ്ഞു കൊടുക്കുക ആളുകൾക്ക്. ഇവിടെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മളിങ്ങനെ ശിർക്കിന്റെ കാര്യങ്ങൾ, ശിർക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ ഇന്നതൊക്കെയാണ്, അതെല്ലാം ശിർക്കാണ് എന്ന് പറയും. പക്ഷെ അത് ചെയ്യുന്ന ഒരാളെ കണ്ടിട്ട് ഇതാ നമ്മളെ ഇപ്പോൾ അവസാനത്തെ കാര്യം സൂചിപ്പിച്ചത് എന്താ? മക്കയിലുള്ള മുശ്രിക്കിനേക്കാളും വലിയ മുശ്രിക്കാണ് ഇവനെന്ത് ചെയ്യുന്നുണ്ട്? ആ മക്ബറയെ പോയിട്ട് സുജൂദ് ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ പാടില്ല, അത് അപകടമാണ്. ഇന്ന കാര്യം ശിർക്കാണെന്ന് നമുക്ക് പറയാം, പൊതുവെ പറയാം. അള്ളാഹു അല്ലാത്തവരോട് ഒരാൾ ദുആ ചെയ്താൽ എന്താണ്? ശിർക്കാണ്. അങ്ങനെ ദുആ ചെയ്യുന്നവർ മുശ്രിക്കുകളാണ് എന്ന് പൊതുവെ നമുക്ക് പറയാം. പക്ഷെ ഒരു വ്യക്തിയെ സൂചിപ്പിച്ചുകൊണ്ട് അവൻ കുഫ്ർ ചെയ്തു, അവൻ ശിർക്ക് ചെയ്തു എന്ന് പറയണമെങ്കിൽ അതിന്റെ മുന്നിൽ ധാരാളം കടമ്പകളുണ്ട്, അത് പറയേണ്ടവരുണ്ട്, പറയുന്നതിന് മുമ്പ് പാലിക്കേണ്ട ചില നിബന്ധനകളുണ്ട്, നിയമങ്ങളുണ്ട്. പാലിച്ചിട്ട് എന്ത് ചെയ്യാം? പറയാം. അതിൽ അപകടം ഉണ്ടാക്കാൻ പാടില്ല, അപകടത്തിൽ പെട്ടുപോകാൻ പാടില്ല. കാരണം ഒരാളെ തക്ഫീർ ചെയ്യുക, അവൻ കാഫിറാണെന്ന് പറയുക എന്നുള്ളത് വളരെ ഗുരുതരമായ കാര്യമാണ്. ഇത് എന്താണ്? അവന് കുഫർ ഇല്ല എങ്കിൽ ആ കുഫർ മടങ്ങി ഇവിടേക്കാണ്. ഒരുപക്ഷെ അവന് തീരെ അറിവുണ്ടാവില്ല ഈ വിഷയത്തെ സംബന്ധിച്ച്. തൗഹീദുമായി ബന്ധപ്പെട്ട ദഅവത്ത് ചിലപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവുകയില്ല. അവനത് വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഒരാളുണ്ടായി കാണില്ല. പല പല ന്യായങ്ങൾ ഒരുപക്ഷെ അവനുണ്ടാകാം. അതുകൊണ്ട് ഒരു വ്യക്തിയെ സൂചിപ്പിച്ചുകൊണ്ട് അവൻ കാഫിറാണ്, അവൻ എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതാണ്. സൂക്ഷിക്കണം, അത് അപകടം പിടിച്ചിരിക്കുന്ന പണിയാണ്. എന്നാൽ ഇന്ന പണി ചെയ്യുന്നത് ശിർക്കാണ്, ഇന്ന കാര്യം അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നത് ശിർക്കാണെന്ന് പറയുന്നത് കുഴപ്പമില്ല. അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്താൽ അവർ മുശ്രിക്കുകളാണ് എന്ന് പൊതുവെ നമുക്ക് പറയാം. പക്ഷെ അത് വ്യക്തിയിലേക്കോ പ്രത്യേകമായ ഒരു സംഘത്തിലേക്കും ചൂണ്ടിക്കൊണ്ട് പറയുന്നതാണ് അപകടം പിടിച്ചിരിക്കുന്ന കാര്യമാണ്. അത് നമ്മിൽ സംഭവിച്ചു പോകാതിരിക്കാൻ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. തീവ്രമായ ചില നിലപാടുകളുള്ള എന്താണ് അഹ്ലുസുന്നയിൽ ഉരിച്ചിരിക്കുന്ന ചില ആളുകളുടെ രീതിയാണ്. അവർ പറയും ലോകത്ത് മുസ്ലിമീങ്ങളൊന്നുമില്ല, ആ രാജാവ് മുശ്രിക്കാണ്, അവൻ കാഫിറാണ്, ആ രാജാവിനെ പിന്തുടരുന്ന ആൾക്കാരും കാഫിറുകളാണ്. വ്യക്തികളെയും സമൂഹത്തെയും ഒന്നടങ്കം മുശ്രിക്കുകളാക്കുന്ന തക്ഫീരികളുണ്ട്. അത് അഹ്ലുസുന്നയുടെ രീതിയല്ല, അത് നമ്മൾ മുതിരുകയുമില്ല. തക്ഫീർ ചെയ്യേണ്ടത് അതിന് അർഹതപ്പെട്ടിരിക്കുന്ന അഹ്ലുസുന്നയുടെ ഇബാദകളായ ഉലമാക്കളാണ്. അതിന് ചില നിബന്ധനകളുണ്ട്, അത് പാലിച്ച് കൊണ്ടല്ലാതെ ആരെയും ചെയ്യാൻ പാടില്ല. കുഫർ ആരോപണം വ്യക്തിപരമായിട്ട് നടത്തുക എന്നുള്ളത്
അഹ്ലുസുന്നയുടെ രീതിയല്ല. ഇത് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലാഹു കാര്യങ്ങൾ യഥാവിധം പഠിച്ചു മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. അതായത് അഹ്ലുസുന്നയുടെ രീതി വസ്തുതാണ്, മധ്യമമായ നിലപാടാണ്. കാര്യങ്ങൾ യഥാവിധം വിശദീകരിച്ചു കൊടുക്കുക, തീവ്രമായ അവസ്ഥയിലേക്ക് പോകാതിരിക്കുക, ആ വിഷയത്തിൽ ഒരു അലസമായ തസാഹുല് ഉണ്ടാകാതിരിക്കുകയും ചെയ്യുക. അതിൻ്റെ ഇടയിൽ മധ്യമമായ രൂപമാണ് അഹ്ലുസുന്നയുടെ. ഇതെല്ലാ വിഷയത്തിലും അങ്ങനെയാണ്. അഹ്ലുസുന്ന ഏത് നാട്ടിലും ആ നാട്ടിൽ അവരുണ്ട് എങ്കിൽ ഗുണമേ ഉണ്ടാവും. ഒരു സമാധാനമുള്ള, അമ്നുള്ള, സുരക്ഷിതത്വമുള്ള ഒരു നാട്ടിൽ അഹ്ലുസുന്നയുണ്ട് എങ്കിൽ അവിടുത്തെ സുരക്ഷിതത്വം, അവിടുത്തെ സമാധാനം തകർക്കുന്ന വാക്കുകളോ പ്രവർത്തികളോ അഹ്ലുസുന്നയുടെ ആളുകൾ ഉണ്ടാവുകയില്ല. എത്രത്തോളം എന്നാൽ റോഡിലിറങ്ങി ഒരു പ്രകടനം നടത്തുന്നതിനേയും കഴിയില്ല അഹ്ലുസുന്നയുടെ ആളുകൾ. അത് മതം നമ്മളൊന്ന് നിഷ്കർഷിക്കുന്നതാണ്, ഇത് പാടില്ല എന്നുള്ളതാണ്. ഒരു വ്യവസ്ഥ ഒരു നാട്ടിലുണ്ടെങ്കിൽ അതിനെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അതിനിടെ വിപ്ലവങ്ങൾ നയിക്കുക, ഇത് അഹ്ലുസുന്നയ്ക്ക് പാടില്ലാത്ത കാര്യമാണ്. അഹ്ലുസുന്ന എപ്പോഴും ഒരു നാട്ടിൽ സമാധാന അന്തരീക്ഷമുണ്ടെങ്കിൽ അത് നിലനിർത്താൻ പരിശ്രമിക്കുന്നവരായിരിക്കും. അവർ അതിതീവ്രമായ നിലപാടുകളിലേക്ക് പോവുകയില്ല, എന്നാൽ തീരെ സൂക്ഷ്മതയില്ലാത്ത അലസമായ നിലപാടിലേക്ക് പോകാത്ത തവസ്സുദ്ദീങ്ങളായ ആളുകളായിരിക്കും. അള്ളാഹു കാര്യങ്ങൾ യഥാവിധം പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യാൻ നാം എവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. മരിക്കുവോളം അള്ളാഹുവിന്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നല്ല തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.